السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. قال الله تعالى في القرآن المجيد: وما خلقت الجن والإنس إلا ليعبدون. ബഹുമാനാദരവുകൾ നിറഞ്ഞ അൽ-ഹാഫിദ് ശിഹാബുദ്ദീൻ ഉസ്താദ് അവറുകളെ, ഈ പ്രൗഢമായ സ്ഥാപനത്തിന്റെ കാര്യങ്ങൾ നിർവഹിക്കുകയും അതിനു വേണ്ടി അശ്രാന്ത പരിശ്രമങ്ങൾ നടത്തുകയും അല്ലാഹുവിന്റെ വജഹിന് വേണ്ടി ദീനി സ്ഥാപനത്തിന്റെ സംസ്ഥാപനത്തിനും അതിന്റെ വളർച്ചയ്ക്കു വേണ്ടിയും പണിയെടുക്കുന്ന യമാനിയുടെ മാനേജിംഗ് കമ്മിറ്റി മെമ്പർമാരെ, അതുപോലെ ഈ സ്ഥാപനത്തിന് വിദ്യാർത്ഥികൾക്ക് ഇൽമു പറഞ്ഞു കൊടുക്കുന്ന ഉസ്താദുമാരെ, സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥി മിത്രങ്ങളെ, ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വേണ്ടി മഹാന്മാരുടെ അനുവാദപ്രകാരം നടത്തിവരുന്ന ഒരു സ്വലാത്ത് മജ്ലിസിലാണ് ഞാനും നിങ്ങളും സമ്മേളിച്ചിരിക്കുന്നത്. അല്ലാഹു അത് കബൂലാക്കി തരുമാറാകട്ടെ. ഈ സ്ഥാപനത്തിനെ അല്ലാഹു അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് ഉയർത്തുമാറാകട്ടെ. അതിന്റെ തടസ്സമായി വരുന്ന എല്ലാവിധ നിയമങ്ങളും അല്ലാഹു ദുർബലപ്പെടുത്തുമാറാകട്ടെ. സ്വലാത്തിനനുബന്ധിച്ച് ചില ആത്മീയപരമായ കാര്യങ്ങൾ പറയണമെന്ന നിർദ്ദേശം മാനിച്ചുകൊണ്ട് നിസ്കാരം ഒരു മുഅ്മിനിന്റെ മിഅ്റാജ് എന്ന വിഷയത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രം നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണം ചുരുക്കുന്നതായിരിക്കും. ഞാൻ ഈ വിഷയം തിരഞ്ഞെടുക്കാനുള്ളതായ കാരണം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഖ്യ കാര്യദർശിയും കർമ്മശാസ്ത്രത്തിൽ പകരം വെക്കാനില്ലാത്ത പണ്ഡിതനുമായിരുന്ന മഹാനായ ചൊർശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരുടെ
അനുസ്മരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതായ ഒരു വേളയിലാണ് ഞാനും നിങ്ങളും സമ്മേളിച്ചിരിക്കുന്നത്. അനുസ്മരണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ജീവിതങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കലല്ല, അവർ ജീവിതത്തിൽ പകർത്തിയ നിത്യമാക്കിയ കാര്യങ്ങൾ അത് പഠിച്ച് സാംശീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാനാണ് ഓരോ അനുസ്മരണ സമ്മേളനങ്ങളും നടക്കേണ്ടത്. ഉസ്താദിന്റെ അനുസ്മരണത്തിൽ ഉസ്താദുമായി ബന്ധപ്പെട്ട ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ എന്നെ ഏറ്റവും ആകർഷിച്ചതായ ഒരു വിഷയമെന്ന് പറയുന്നത് കൊണ്ടോട്ടിയിൽ ഉസ്താദിന്റെ അസിസ്റ്റന്റായിക്കൊണ്ട് 10 വർഷക്കാലം സേവനമനുഷ്ഠിക്കുകയും അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഷാജഹാൻ റഹ്മാനി പറഞ്ഞതായ ഒരു അനുഭവമുണ്ട്. ഉസ്താദ് ദിവസവും രാവിലെ സുബഹിക്ക് നാട്ടിലുണ്ടെങ്കിൽ പള്ളിയിൽ വരും. പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ ഉസ്താദ് സുബഹി നമസ്കാരത്തിന് ശേഷം ദിക്റുകളിലും ഔറാദുകളിലുമായി ഉസ്താദ് കഴിഞ്ഞുകൂടുക ഉസ്താദിന്റെ പതിവായിരുന്നു. എന്നാൽ ആയിരങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഷാജഹാൻ റഹ്മാനി കിതാബ് നോക്കുമ്പോൾ ഒരു സംശയം വന്നു. ആ സംശയം ഉസ്താദ് നാട്ടിലെത്തിയാൽ തീർക്കണമെന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി ഉസ്താദിനെയും കാത്തിരുന്നു. ഉസ്താദ് നാട്ടിലെത്തിയാൽ പതിവ് പോലെ വരുന്നത് പോലെ സുബഹി നമസ്കാരത്തിന് ഉസ്താദ് പള്ളിയിലെത്തി. പള്ളിയിലെത്തിയതിന് ശേഷം ഉസ്താദിന്റെ സുബഹി നമസ്കാരത്തിന് ശേഷം ദിക്റിലും ഔറാദിലുമായി ഉസ്താദ് കഴിയുക എന്നത് ഉസ്താദിന്റെ പതിവായിരുന്നു. അങ്ങനെ ഉസ്താദിന്റെ ദിക്റിന്റെയും ഔറാദിന്റെയും ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാകും എന്നുള്ളൊരു ധാരണയിൽ ഷാജഹാൻ റഹ്മാനി കിതാബുമെടുത്ത് സംശയം ചോദിക്കുവാൻ ഉസ്താദിന്റെ അടുക്കലേക്ക് പോയി. ആ സമയത്ത് കേരള മുസൽമാന് പകരം വെക്കാനില്ലാത്ത കർമ്മശാസ്ത്ര പണ്ഡിതൻ ദുഹാ നമസ്കരിക്കുകയായിരുന്നു. ദുഹാ നമസ്കാരത്തില് ഷാജഹാൻ റഹ്മാനി കടന്നു ചെല്ലുന്ന സമയത്ത് ഉസ്താദ് സുജൂദിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏത്തുലാലിൽ നിന്ന് സുജൂദിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഷാജഹാൻ റഹ്മാനി കിതാബും പഠിച്ച് അവിടെ കാത്തിരുന്നു. ഉസ്താദ് ഇപ്പോൾ നമസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉസ്താദിനോട് സംശയം തീർക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരനുസരണയുള്ള വിദ്യാർത്ഥിയെ പോലെ കിതാബും പഠിച്ചവിടെ നിന്നപ്പോൾ ഉസ്താദ് സുജൂദിലേക്ക് പോയി. 1 മിനിറ്റ് കാത്തിരുന്നു, 2 മിനിറ്റും 3 മിനിറ്റും കാത്തിരുന്നു. സമയം 5ഉം 10ഉം 15ഉം 20 മിനിറ്റ് വരെ ആ ഒരൊറ്റ സുജൂദിൽ നിന്ന് എണീക്കാൻ വേണ്ടി കാത്തിരുന്നു. ഉസ്താദിന്റെ ഇത്രത്തോളം നൂറുകണക്കിന് മഹല്ലുകൾ ദാറുൽ ഹുദ എന്ന ഇസ്ലാമിക യൂണിവേഴ്സിറ്റിയിലെ ചാൻസലർ, അതുപോലെ സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന പടുവൃക്ഷത്തിന്റെ മുഖ്യ കാര്യദർശിയായിരിക്കുന്ന ഒരു മനുഷ്യന്റെ സുജൂദ്, ഒരൊറ്റ ഒരു സുജൂദ് 20 മിനിറ്റ് നേരമാണ്. അതും ളുഹാ നമസ്കാരത്തിന്റെ സുജൂദ്. ഈ ഒരു സംഭവമാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ നമസ്കാരത്തിന്റെ ആഴങ്ങളെക്കുറിച്ച്, അതിന്റെ ഗൗരവമായ ഭാഗങ്ങളെക്കുറിച്ച് പറയാൻ എന്നെ പ്രേരിപ്പിച്ചു. ഞാനടക്കം നിങ്ങൾക്ക് ഓരോരുത്തരും ആലോചിച്ചു നോക്കേണ്ടതാണ്. ഇത്ര നാളത്തെ ആയുസ്സിനിടയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത്രയും ദൈർഘ്യമുള്ള സുജൂദ് നമ്മൾ ചെയ്തിട്ടുണ്ടോ? നമ്മുടെ സുജൂദ് 3 സുബ്ഹാനല്ലാഹ്ക്ക് ശേഷം അപ്പുറം പോയിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്.
ഈ വിഷയം നമ്മളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ വിഷയത്തിന്റെ ബോധകരമായ കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോഴാണ് ഇത്തരം സ്വലാത്ത് മജ്ലിസുകൾ നമുക്ക് ആത്മീയപരമായ ഒരു മുതൽക്കൂട്ടായി മാറുന്നത്. ഇതിന്റെ ഗൗരവത്തെക്കുറിച്ചറിയണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം. 14 നൂറ്റാണ്ടിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സലാസത്തുൻ ഹുബ്ബുക ഇലയ്യ മിൻ ദുനിയാകും. 3 കാര്യങ്ങളാണ് ദുനിയാവിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ലോകത്തിന്റെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയത് 3 കാര്യങ്ങളാണ്. അതിൽ ഒന്നാമതായി എണ്ണിയത് അത്തീബ്, സുഗന്ധദ്രവ്യങ്ങളാണ്. റസൂല് തന്നെ സുഗന്ധമാണ്. എന്നിട്ടും റസൂല് വൃത്തിയെ പ്രോത്സാഹിപ്പിച്ച റസൂൽ ജീവിതത്തിൽ ഏറ്റവും ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞത് അത്തീബ്, സുഗന്ധമാണ്. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അന്നിസാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അന്നിസാ, ഭാര്യമാരാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ കാര്യമെന്ന് റസൂലുള്ളാഹി. നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട വിഷയമാണ്. ഏറ്റവും വലിയ മുത്തഖിയായിരുന്ന റസൂൽ, പക്ഷേ റസൂല് പറയുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്ന രണ്ടാമത്തെ കാര്യം എന്റെ ഭാര്യമാരായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. മൂന്നാമതായി പറയുന്ന കാര്യമാണ് നമ്മുടെ ഇന്നത്തെ വിഷയവുമായി ഏറ്റവും ബന്ധമുള്ളത്. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് വഖുറത ഐനി ഫിസ്സലാത്ത്, നമസ്കാരത്തിലെ കൺകുളിർമയാണ് എനിക്ക്. നമസ്കാരത്തിലുണ്ടാകുന്ന പ്രത്യേകതരമായ ഒരു അനുഭവമാണ്, ഒരു അനുഭൂതിയാണ്, ഒരു വികാരമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഈ ഹദീസ് മുന്നിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ റസൂലിന്റെ നമ്മൾ ഇന്ന് ഏറ്റവും വിവാദപരമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന റസൂലിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പത്നിയായ ആയിഷ സിദ്ദീഖ് റളിയല്ലാഹു അൻഹ, ആയിഷ ബീവി പറയുന്നതായ ഒരു ഹദീസ് ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം രാത്രിയിൽ എന്റെ കൂടെ താമസിക്കുന്നതായ ഒരു ദിവസം ആയിഷ ബീവി പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ കൂടെ കിടക്കുകയാണ്. ആ ദിവസം ആയിഷ ബീവി പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിരിപ്പിൽ നിന്ന് റസൂൽ എണീറ്റ് പോകാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ പിടിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കൈയുടെ നിന്ന് നീക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പുറത്തു പോയി ഉദുവെടുത്തു വന്നു. അർദ്ധരാത്രിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദുവെടുത്തു വന്നുകൊണ്ട് കട്ടിലിന്റെ അടിയിൽ നിൽക്കുന്നതായ പായ പോലത്തെ ഒരു സാധനം റസൂൽ ഒരു വിരിപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വിരിപ്പ് വിരിച്ചുകൊണ്ട് റസൂല് നമസ്കാരം ആരംഭിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം തുടങ്ങി. ആയിഷ സിദ്ദീഖ് റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ റസൂലിന്റെ നമസ്കാരം സൂക്ഷ്മമായി നിരീക്ഷിച്ചു. റസൂലിന്റെ നമസ്കാരം ഞാൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നമസ്കാരത്തിൽ കരയുകയാണ്. റസൂലിന്റെ നമസ്കാരത്തിൽ കരയുകയാണ്. മാത്രമല്ല റസൂലിന്റെ ഖിയാമ് നീണ്ട ഖിയാമാണ്.
റസൂൽ അതിന്റെ അത് കഴിഞ്ഞാൽ റുക്കൂയിലേക്ക് പോവുകയാണ്. റുക്കൂവും നീണ്ട റുക്കൂവാണ്. സാധാരണ പോലത്തെ ഒരു നമസ്കാരമല്ല. 3 സുബ്ഹാനല്ലാഹ് അവസാനിക്കുന്നതായ റുക്കൂവല്ല. അത് കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ പോവുകയാണ്. സുജൂദിൽ പോയി കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ തന്നെ കിടക്കുകയാണ്. സുജൂദിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നു. ആ സമയത്ത് ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുന്നു, ഖശീതു അന്നഹു ഖുബില, റസൂൽ മരണപ്പെട്ടോ എന്ന് പോലും ഞാൻ ഭയന്നുപോയി. ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, റസൂലിന്റെ ആ നീണ്ട സുജൂദ് കണ്ടപ്പോൾ ഞാനൊന്ന് ഭയന്നുപോയി, റസൂൽ മരണപ്പെട്ടോ എന്ന്. റസൂൽ ആ നമസ്കാരത്തിൽ കണ്ടെത്തിയതായ ഒരു ആനന്ദം നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ആനന്ദമുള്ള കാര്യമാണെങ്കിൽ, നമുക്ക് താല്പര്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിശദീകരണ യോഗമാണെങ്കിൽ, നമുക്ക് ആ യോഗത്തിൽ കസാര കിട്ടിയില്ലെങ്കിലും നമ്മൾ മണിക്കൂറുകളോളം ആ പ്രസംഗം വീക്ഷിച്ചുകൊണ്ടിരിക്കും, കേട്ടുകൊണ്ടിരിക്കും. കാരണം ആ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസംഗം കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതായ ഒരു ആനന്ദമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരിപാടിയിൽ ഫുട്ബോൾ മത്സരമോ അല്ലാതല്ലെങ്കിൽ ഏതെങ്കിലും കളിയോടാണ് താല്പര്യമെങ്കിൽ മണിക്കൂറുകളോളം നമുക്ക് 1.5 മണിക്കൂർ നിന്നാലും നമുക്ക് പ്രശ്നം, നമുക്കത് ഭാരമായി തോന്നുകയില്ല. കാരണം അതിനോടുള്ള താല്പര്യമാണ്. ഇവിടെ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുന്നു, റസൂലിന്റെ സുജൂദ് നീണ്ടുപോയ ആ സമയത്ത് ഞാൻ ഭയപ്പെട്ടു, റസൂല് മരണപ്പെട്ടോ എന്ന്. ആ സമയത്ത് ഞാൻ റസൂലിന്റെ നമസ്കാരം സൂക്ഷ്മമായി നിരീക്ഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, റസൂലിന്റെ മുഖം കണ്ണീരിനാൽ നനഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ റസൂലിന്റെ താടിരോമങ്ങൾ കണ്ണീരിനാൽ നനഞ്ഞതായി ഞാൻ കണ്ടു. കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുനീര് റസൂലിന്റെ നെഞ്ചിന്റെ ഭാഗമടക്കം നനയ്ക്കുന്നതായ രീതിയിൽ കരഞ്ഞുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടിയുള്ള നമസ്കാരമാണ് ഞാൻ അവിടെ നിന്ന് കണ്ടത്. ആയിഷ ബീവി പറയുന്നു, എനിക്കന്ന് രാത്രിയിൽ എനിക്ക് ഉറക്കം വന്നില്ല. ഞാൻ റസൂലിന്റെ നമസ്കാരം നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. രാവിലെ ആയപ്പോൾ, സുബഹിന്റെ സമയമായപ്പോൾ ഞാൻ കട്ടിലിൽ നിന്ന് എണീറ്റു. ആ സമയത്ത് ഞാൻ കട്ടിലിൽ നിന്ന് എണീറ്റുകൊണ്ട് കാല് നിലത്ത് വെച്ചപ്പോൾ വജത്തു എന്റെ കാലിന്റെ അടിയിൽ ഒരു തണുപ്പുണ്ടായി. റസൂല് കരഞ്ഞ് റസൂലിന്റെ കണ്ണിനീര് ആ അറയിലൂടെ, ആ റൂമിലൂടെ ഒഴുകിയതിന്റെ തണുപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുനീരിന്റെ ആ ഒരു നനവ് എന്റെ കാലിനെ സ്പർശിച്ചപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി എന്ന് ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുന്നു. ലോകത്തിനെ തന്നെ പടക്കാൻ കാരണഭൂതരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു രാത്രിയിലുള്ള നമസ്കാരത്തിന്റെ ദൈർഘ്യവും ആ നമസ്കാരത്തിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മാർത്ഥതയും അതുപോലെ ആ നമസ്കാരത്തിലെ റസൂൽ കണ്ടെത്തിയതായ ടേസ്റ്റുമാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഒരു ആലോചനക്ക് നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. നമ്മൾ ഇന്നിവിടെ സുബഹി നമസ്കരിച്ചിട്ടുണ്ടാകും, നമസ്കരിക്കാത്തവരും ചിലപ്പോൾ നമ്മുടെ സദസ്സിലുണ്ടാകാം. അല്ലെങ്കിലോ ളുഹർ നമസ്കരിച്ചിട്ടുണ്ടാകും, പക്ഷേ എല്ലാം പെട്ടെന്ന് കഴിഞ്ഞവരായിരിക്കും. അല്ലെങ്കിൽ അസ്റും ളുഹറും മഗ്രിബുമെല്ലാം നമസ്കരിച്ചിട്ടുണ്ടാകും, പക്ഷേ നമസ്കാരത്തിൽ ആ ഒരു ചിന്ത നമുക്കുണ്ടായി കാണുകയില്ല. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹനെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ
ഞാൻ ജിന്നുകളെയും മനുഷ്യന്മാരെയും പടച്ചിട്ടില്ല എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. ഈ ആയത്തിന്റെ റഈസുൽ മുഫസ്സിരിനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വെച്ചതായ വ്യാഖ്യാനം എന്ന് പറയുന്നത് ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന ആ വാക്യത്തിന് വെച്ചതായ അർത്ഥമില്ലാ ലിയഅരിഫൂൻ, അല്ലാഹനെ അറിയാൻ വേണ്ടിയല്ലാതെ ഒരു അടിമയെയും ഒരു മനുഷ്യനെയും ഒരു ജിന്നിനെയും ഞാൻ പടച്ചിട്ടില്ല എന്നാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന് വെച്ചതായ ഒരു വ്യാഖ്യാനം. ഇവിടെ വെച്ചുകൊണ്ട് നമ്മൾ ആലോചിക്കണം, നമ്മൾ നോമ്പ് നോക്കുന്നവരായിരിക്കും. നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടതുണ്ട് നമ്മുടെ നമസ്കാരം ഏത് അർത്ഥത്തിലുള്ളതാണ് എന്ന്. നമ്മൾ നോമ്പ് നോക്കുന്നവരായിരിക്കും. എല്ലാവിധ ഭക്ഷണ പാനീയങ്ങളും നമ്മുടെ മുമ്പിലുണ്ടാകും. ആ സമയത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ഭക്ഷണവും കഴിക്കരുതെന്ന് പടച്ചവന്റെ കൽപ്പന പ്രകാരം എല്ലാവിധ ഭക്ഷണങ്ങളും പാനീയങ്ങളുമെല്ലാം മാറ്റിവെച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഇനി 2 വർഷങ്ങളൊക്കെ കഴിഞ്ഞാൽ മെയ് ഏപ്രിൽ മാസങ്ങളിലായിരിക്കും റമദാൻ വരാൻ പോകുന്നത്. ആ സമയത്ത് ഫ്രിഡ്ജും എല്ലാ തണുത്ത വെള്ളങ്ങളുമെല്ലാം നമുക്ക് മുമ്പിലുണ്ടാകും. പക്ഷേ സുബഹിന്റെ സമയം മുതൽ മഗ്രിബ് വരെ നമുക്കൊന്നും ഭക്ഷിക്കാൻ പറ്റുകയില്ല. ആ സമയത്ത് നമ്മൾ ആലോചിക്കണം, എന്തിനാണ് നമ്മൾ ഭക്ഷണം ഒഴിവാക്കുന്നത്? നമുക്ക് ആ ഒരു നോമ്പിന്റെ ഭാരം അല്ലെങ്കിൽ നോമ്പ് കൊണ്ടുണ്ടാകുന്നതായ ഒരു ഫീലിംഗ്, ഒരു വികാരം നമുക്കുണ്ടാകും. പടച്ചവന്റെ കൽപ്പന കൊണ്ട് മാത്രം നമ്മൾ 12-14 മണിക്കൂർ നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നു. അതേപോലെ തന്നെയാണ് സകാത്തും. സകാത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഗൾഫിലൊക്കെ പ്രവാസി ജീവിതം നയിക്കുകയും അല്ലെങ്കിൽ നാട്ടിൽ തന്നെ കഷ്ടപ്പെട്ട് ജോലിയെടുക്കുകയും ഒക്കെ ചെയ്ത് വർഷങ്ങളോളം വിദേശത്തും മറ്റുമായി ജോലിയെടുത്ത് കിട്ടിയ സമ്പാദ്യത്തിന്റെ ഒരു വിഹിതം അല്ലാഹു പാവപ്പെട്ടവർക്ക് കൊടുക്കണമെന്ന് നിർബന്ധമാക്കുന്നു. ആ സമയത്ത് നമ്മൾ സകാത്ത് കൊടുക്കുമ്പോഴും നമ്മുടെ മനസ്സിനൊരു വേദനയുണ്ടാകും, അതിൻ്റെതായ ഒരു ഫീലിംഗ് ഉണ്ടാകും. കഷ്ടപ്പെട്ടുണ്ടാക്കിയ ധനത്തിൽ നിന്ന് പടച്ചവന്റെ കൽപ്പന പ്രകാരം നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ. എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായ അമലെന്ന് പറഞ്ഞ നമസ്കാരം എന്നത് തണുത്ത വെള്ളത്തിൽ പോയി ഒന്ന് ഒതുവെടുത്തുകൊണ്ട് 3 മിനിറ്റ് നേരം കൊണ്ട് ഒന്ന് ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും കുനിയുകയും താഴുകയും ചെയ്താൽ നമസ്കാരം കഴിയും. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നോമ്പ് നമുക്ക് ഒരു അനുഭവം തരുന്നു. നോമ്പ് പടച്ചവന്റെ കൽപ്പന പ്രകാരം ചെയ്യുക എന്നതായ ഒരു ടേസ്റ്റ് നമുക്ക് തരുന്നു. സകാത്തും നമുക്ക് തരുന്നു. പക്ഷേ നമസ്കാരം ഈ രീതിയിൽ ഇപ്പോൾ പള്ളിയിൽ പോയി ഒന്ന് ഒളിവെടുത്തുകൊണ്ട് അവിടെ നിന്ന് 4 കുനിയൽ കുനിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ടതായ നമസ്കാരം പൂർണ്ണമായി. നമ്മൾ ആലോചിക്കേണ്ടത്, ആ നമസ്കാരത്തിൽ പടച്ചവനെ ചിന്തയില്ലെങ്കിൽ പിന്നെങ്ങനെയാണ് ഏറ്റവും ആ നമസ്കാരം കൊണ്ട് കിട്ടുന്നതായ ഒരു ഫീലിംഗ്? നേരത്തെ പറഞ്ഞതുപോലെ മഹാനായ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരൊക്കെ കിട്ടിയ അത്തരത്തിലുള്ളതായ ഒരു അനുഭവം എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമസ്കാരത്തിനെ കുറിച്ച് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് നമസ്കാരത്തിന്റെ ഗൗരവത്തെക്കുറിച്ച്, അതിന്റെ കാഠിന്യത്തെക്കുറിച്ച്, അതിന്റെ ആഴത്തെക്കുറിച്ച് ഖുർആനിലൂടെയും ഹദീസിലൂടെയും പൂർവീകരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ആ നമസ്കാരത്തെ എങ്ങനെയാണ് കാണുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുത്തഖീങ്ങൾക്ക് മാത്രമാണ് വിജയമെന്ന് പരിശുദ്ധ ഖുർആൻ ഉണർത്തുന്നു. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, സൂക്ഷ്മശാലികൾക്ക് മാത്രമാണ് വിജയമെന്ന് പരിശുദ്ധ ഖുർആൻ ഉണർത്തുകയാണ്.
എന്നാൽ ആ മുത്തഖീങ്ങളുടെ വിശേഷണമായി പറഞ്ഞെടുത്ത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂനസ് സ്വലാത്ത്, രണ്ടാമതായി പറഞ്ഞതായ വിശേഷണമെന്ന് പറയുന്നത് വയുഖീമൂനസ് സ്വലാത്ത് എന്നാണ്. നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവർ. ഈ വ്യാഖ്യാനത്തിന്റെ വിശേഷണം ഒരുപാട് വ്യാഖ്യാനങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. ആ വ്യാഖ്യാനങ്ങളെല്ലാം മുഴുവൻ ഒരുമിച്ചുകൂടി സംഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത് കൃത്യമായി നമസ്കരിക്കുന്നവർ മാത്രമേ മുത്തഖീങ്ങൾ എന്ന പട്ടികയിൽ വരികയുള്ളൂ. ഒരാൾ ഇന്ന് രാവിലെ സുബഹി നമസ്കരിച്ചു, ളുഹ്ർ നമസ്കരിച്ചു, മഗ്രിബ് നമസ്കരിച്ചു, ഇശായി നമസ്കരിച്ചു, അല്ലെങ്കിൽ നാല് വക്ത് മാത്രം നമസ്കരിച്ചു, അഞ്ചാമത്തെ വക്തായ ഇശായി നമസ്കരിച്ചില്ല, അയാളെക്കുറിച്ച് വയുഖീമൂനസ് സ്വലാത്ത് എന്ന മുത്തഖീങ്ങൾക്ക് പറഞ്ഞതായ വിശേഷണത്തിൽ പറയാൻ സാധ്യമല്ല. കാരണം നമസ്കാരം 5 വക്ത് നമസ്കാരവും കൃത്യമായി നിർവഹിച്ചവർക്ക് മാത്രമേ വയുഖീമൂനസ് സ്വലാത്തിൽ പെടുകയുള്ളൂ. രണ്ടാമത്തെ വ്യാഖ്യാനം രണ്ടാമതായി പറഞ്ഞത് ഒരു നാട്ടിൽ ഇഖാമത്ത് സ്വലാത്ത് ഉണ്ടാകണം, ഒരു മഹല്ലിൽ ഇഖാമത്ത് സ്വലാത്തിന് വേണ്ടി തന്റെ സാന്നിധ്യം അറിയിക്കണം. ഒരു മഹല്ലിൽ നമസ്കാരം നിലനിർത്തപ്പെടണം. ആ ജമാഅത്തിൽ ആ മനുഷ്യന്റെ സാന്നിധ്യം അറിയിച്ചാൽ മാത്രമേ വയുഖീമൂനസ് സ്വലാത്ത് എന്ന മുത്തഖീങ്ങളുടെ വിശേഷണത്തിൽ അയാൾക്ക് പെടാൻ സാധ്യമാകുകയുള്ളൂ. ഈ 2 വ്യാഖ്യാനങ്ങളും നെഞ്ചേറ്റിയതായ പണ്ഡിതന്മാരുടെ മഹത്തുക്കളുടെ ചരിത്രം നിങ്ങൾക്ക് മുമ്പിൽ ഒന്നുകൂടി വ്യക്തമാകാൻ ഞാൻ പറഞ്ഞുതരാം. ഇസ്ലാമിക വിപ്ലവത്തിലെ 2ാമത്തെ ഖലീഫയായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു ദിവസം തോട്ടത്തിലേക്ക് പോവുകയാണ്. തോട്ടത്തിൽ പോയി കഴിഞ്ഞ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തോട്ടത്തിൽ ചെയ്യേണ്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തു. നനയ്ക്കേണ്ടതിനെ നനയ്ക്കുകയും മുറിക്കേണ്ടതിനൊക്കെ മുറിച്ച് മണ്ണിടേണ്ടതിനൊക്കെ മണ്ണിടുകയും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമസ്കാരത്തിന്റെ സമയമായി എന്നറിഞ്ഞപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വറജഅ ഇലൽ മുസല്ല, നമസ്കരിക്കുന്ന സ്ഥലത്തേക്ക് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മടങ്ങി. ആ സമയത്ത് ഇസ്ലാമിലെ റിപ്പബ്ലിക്കിലെ 2ാമത്തെ ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നമസ്കരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയപ്പോൾ കാണുന്ന കാഴ്ച വന്നാസു ഖദ് സല്ലു, ജനങ്ങൾ മുഴുവൻ നമസ്കാരം കഴിഞ്ഞ് നിൽക്കുന്നതായാണ്, അഥവാ ജമാഅത്ത് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും നെഞ്ചത്തേക്ക്, നമ്മുടെ ചിന്താമണ്ഡലത്തിലേക്ക് ആലോചനക്ക് എടുക്കേണ്ട വിഷയമാണ് ഈ പെനി പറയാൻ വഴങ്ങുന്ന വാക്കുകൾ. ആ കാഴ്ച കണ്ട ഉടനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞുപോയി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തളർന്നുപോയി, അവിടെ സ്തംഭിച്ചുപോയി. ഒരു നമസ്കാരത്തിന്റെ ജമാഅത്ത് കഴിഞ്ഞു പോയിരിക്കുന്നു. ആ സമയത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ കുറ്റബോധം നിറയുകയാണ്. നമസ്കാരം ഖളായി പോയിട്ടില്ല. നമ്മൾ ആലോചിക്കണം, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് പോകുമ്പോൾ ജനങ്ങൾ മുഴുവൻ നമസ്കാരം കഴിഞ്ഞ് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി അറിയാം. അഥവാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അറിയാം, മുത്തഖീങ്ങൾക്ക് മാത്രമാണ് അന്തിമ വിജയം. മുത്തഖീങ്ങളുടെ വിശേഷണത്തിൽ 2ാമതായി പറഞ്ഞത് വയുഖീമൂനസ് സ്വലാത്ത് എന്നാണ്. ഈ വിഷയത്തിന്റെ ഗൗരവം, അതിന്റെ ആഴവും മനസ്സിലാക്കുവാൻ വേണ്ടി 2ാമതൊരു ചരിത്ര സംഭവം കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. റബീഅ ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു എന്ന ഒരു വലിയൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു. റബീഅ ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു വളരെ ആരോഗ്യത്തോടു കൂടി ജീവിച്ചിരുന്നതായ ഒരു മനുഷ്യനായിരുന്നു.
ഒരു സുപ്രഭാതത്തിൽ റബീഅ ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ ആരോഗ്യം ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നു പോയി. എത്രയെത്ര നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതായ ആളുകൾക്കാണ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ തളർച്ചയുണ്ടായതായും പിന്നീട് ഹോസ്പിറ്റലുകളിൽ പോയി കാലങ്ങളോളം ചികിത്സിക്കുന്നതായും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അള്ളാഹു അത്തരം തളർച്ചയെ തൊട്ട് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ റബീഅ ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു നമസ്കാരത്തിന്റെ സമയമായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ രണ്ട് സുഹൃത്തുക്കളെ വിളിക്കും. അദ്ദേഹത്തിന്റെ രണ്ട് സുഹൃത്തുക്കളെ വിളിച്ചുകൊണ്ട് അവരുടെ വകാന യതവക്കഉ അലാ റജുലൈനി, രണ്ട് സുഹൃത്തുക്കളുടെ തോളിൽ ചാരി നിന്നുകൊണ്ട് അദ്ദേഹം പള്ളിയിലേക്ക് പോകും. ശരീരം തളർന്ന മനുഷ്യനാണ്, ആരോഗ്യമില്ലാത്ത മനുഷ്യനാണ്, ഒറ്റയ്ക്ക് പോയിട്ട് ഒരാളുടെ സഹായം കൊണ്ട് പോലും നടക്കാൻ കഴിയാത്ത മനുഷ്യനാണ്. പക്ഷേ വകാന യതവക്കഉ അലാ റജുലൈനി, ആ മനുഷ്യനാണ് രണ്ടാളുടെ ചുമലിലൂടെ കൈയിട്ടുകൊണ്ട് പള്ളിയിലേക്ക് നടന്നു പോകുന്നത്. ഈ കാഴ്ച കാണുമ്പോൾ ഓരോരുത്തരും പറയും, അല്ലയോ റബീഅ ഇബ്നു ഖൈസ്, ഖദ് റഖസല്ലാഹു ബിക അൻ തുസല്ലിയ ഫീ ബൈതിക വ അൻത മഗ്ലൂർ. ശരീരം തളർന്ന മനുഷ്യനല്ലേ നീ, അല്ലാഹു നിനക്ക് ഇളവ് തന്നിട്ടില്ലേ, പിന്നെന്തിനാണ് നീ ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് പള്ളിയിലേക്ക് രണ്ട് സുഹൃത്തുക്കളുടെ അകമ്പടിയോടെ അവരുടെ ചുമരിൽ കൈയിട്ടുകൊണ്ട് നീ പള്ളിയിലേക്ക് കഷ്ടപ്പെട്ടു പോകുന്നത്? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അവർക്കൊക്കെ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിന്റെ ആഴവും പഴപ്പവും അറിഞ്ഞതുകൊണ്ടാണ് അവർ ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് പോയത്. ദിവസവും 5 വക്തിനും രണ്ട് സുഹൃത്തുക്കളെ വിളിച്ചുകൊണ്ട് അവരുടെ ചുമരിൽ കൈയിട്ടുകൊണ്ട് റബീഅ ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് പോയി എന്നാണ് ചരിത്രം. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, സുഹൃത്തുക്കൾ എന്തിന് വേണ്ടിയാണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. തആവനു അലൽ ബിർരി വത്തഖ്വ, ഗുണത്തിന്റെ പേരിലും തഖ്വയുടെ പേരിലും സഹായിക്കുന്നവരായിരിക്കണം സുഹൃത്തുക്കൾ. അത്തരക്കാരെ മാത്രമേ സുഹൃത്തുക്കളാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. അത്തരത്തിലുള്ളതായ നല്ല സുഹൃത്തുക്കളെ അല്ലാഹു നമുക്ക് സമ്മാനിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ ആ സമയത്ത് റബീഅ ഇബ്നു ഖൈസിനോട് അങ്ങാടിയിൽ വെച്ച് ആളുകൾ പറയുമ്പോൾ റബീഅ ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു അവരോട് പറയും, അൻതും തഖൂലൂന കമാ തഖൂലൂൻ, നിങ്ങൾ പറയുന്നത് നിങ്ങൾ പറഞ്ഞുകൊള്ളുക, നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞു. പക്ഷേ ഞാൻ ഈ ജമാഅത്തിന് പോകാൻ കാരണമെന്തെന്ന് അവിടെ നിന്ന് റബീഅ ഇബ്നു ഖൈസ് പറഞ്ഞ അങ്ങാടിയിൽ നിന്ന് പറഞ്ഞ മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലിനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വികാരമുള്ളുന്ന ആ ഒരു വികാരം നമ്മൾ മനസ്സിലാക്കണം. റസൂൽ പറഞ്ഞ വാക്കിന്റെ ആ ഒരു വൈകാരിക തലം തന്റെ ചിന്തയിലേക്ക്, തന്റെ മനസ്സിലേക്ക് എടുത്തുകൊണ്ട് മഹാനായ റബീഅ ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. റബീഅ ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് റസൂലിന്റെ വാക്ക് പറയുകയാണ്. ആരെങ്കിലും വീട്ടിൽ നിന്ന് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങാടിയിൽ വെച്ച് ഹയ്യ അലസ് സ്വലാ എന്ന വാക്ക് കേൾക്കുകയാണെങ്കിൽ, പള്ളിയിൽ നിന്ന് മുഅദ്ദിനിന്റെ വിളി കേൾക്കുകയാണെങ്കിൽ, മുട്ടിലിരഞ്ഞുകൊണ്ടാണെങ്കിലും നിങ്ങൾ പള്ളിയിലേക്ക് വരണമെന്ന് വന്നുകൊണ്ട് അതിന് ഉത്തരം നൽകണമെന്ന റസൂലിന്റെ വാക്ക് എന്റെ തലച്ചോറിന്റെ അകത്ത് മിന്നിത്തിളങ്ങുമ്പോൾ, ആ വാക്ക് എന്റെ ഹൃദയത്തിൽ കിടക്കുമ്പോൾ, ആ വാക്ക് എന്റെ ചിന്തയിൽ വിപ്ലവം സൃഷ്ടിക്കുമ്പോൾ, പിന്നെങ്ങനെയാണ് ശരീരം തളർന്നിട്ടുണ്ടെങ്കിലും ആ എന്റെ മനസ്സിന് എന്റെ ചിന്തക്ക് ഒരു പ്രശ്നവുമില്ല. ആ സമയത്ത് ഹയ്യ അലസ് സ്വലാ എന്ന മുഅദ്ദിനിന്റെ വാങ്ക് കേൾക്കുമ്പോൾ എങ്ങനെയാണ് പ്രവാചക സ്നേഹിയായ എനിക്ക് വീട്ടിൽ അടങ്ങിയിരുന്നുകൊണ്ട് അവിടെ തന്നെ നമസ്കരിക്കാൻ എനിക്ക് സാധ്യമാവുക?
റബീഅ ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുകൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ചിന്തയിലേക്ക് കയറ്റി വെക്കേണ്ടതുണ്ട്. അതല്ലാതെ ഇത് കേട്ടുകൊണ്ട് ഈ ചെവിയിലൂടെ കേട്ട് ഈ ചെവിയിലൂടെ വിട്ടുകഴിഞ്ഞാൽ ഈ ഒരു സ്വലാത്തിന്റെ മജ്ലിസ് കൊണ്ട് ഈ ഒരു ഉത്ബോധനം കൊണ്ട് നമുക്ക് ഒരു കാര്യവുമില്ല. കാരണം അവരൊക്കെ നമസ്കാരത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയിരുന്നു. അവരൊക്കെ നമസ്കാരത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയിരുന്നു. അതാണ് അവരുടെ നമസ്കാരത്തിനൊക്കെ അത്രയും കഷ്ടപ്പെട്ടുകൊണ്ടുപോലും അവർ നമസ്കരിച്ചിരുന്നത്. എന്തിനേറെ പറയണം, ഇനിയും ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചരിത്രം ആവശ്യമില്ല. കൊയിലാണ്ടിയിൽ ജീവിച്ചു, കൊയിലാണ്ടിയിൽ ജനിച്ചു, കോഴിക്കോട് വളർന്ന കേരളീയ മുസ്ലിമീങ്ങളുടെ ആത്മീയപരമായ നേതാവായി വളർന്നിരുന്ന ആളല്ലോ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. ഞാൻ ചരിത്രം നീട്ടി പറയുന്നില്ല. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ഒരു ആവശ്യത്തിന് വേണ്ടി തിരുവനന്തപുരത്തേക്ക് പോയി. തിരുവനന്തപുരത്ത് പോയിക്കൊണ്ട് ആ സമയത്ത് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾക്ക് തിരുവനന്തപുരത്തെത്തിയപ്പോൾ ബാഫഖി തങ്ങളുടെ കാലിന് ശക്തമായ നീരിറങ്ങി മാത്രമല്ല, നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. നീരിറങ്ങിയെന്ന് മാത്രമല്ല, ശക്തമായി പനിക്കുകയും ചെയ്യും. ബാഫഖി തങ്ങൾ ഉടനെ MLA ഹോസ്റ്റലിൽ പോയി 9ാമത്തെ മുറിയിൽ താമസിച്ചു. ഈ സംഭവങ്ങൾ വിശദീകരിക്കുന്നത് സന്തത സഹചാരിയായിരുന്ന അലിക്കുഞ്ഞ് സാഹിബാണ്. മഗ്‌രിബിന്റെ സമയമായപ്പോൾ ഒരുപാട് നേതാക്കന്മാർ ബാഫഖി തങ്ങളെ കാണാൻ വന്നു. ബാഫഖി തങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. നേതാക്കന്മാർക്കൊക്കെ മനസ്സിലായി വളരെ ക്ഷീണമുണ്ട്, കാലിന്റെ നീരിറങ്ങുകയും ശക്തമായ പനിയും കണ്ടപ്പോൾ അവരൊക്കെ മടങ്ങിപ്പോയി. പക്ഷേ ബാഫഖി തങ്ങൾ അന്നത്തെ ഒരു രാത്രി നമ്മൾ മനസ്സിലാക്കണം. മഗ്‌രിബിന്റെ ബാങ്ക് കൊടുത്തപ്പോൾ ബാഫഖി തങ്ങൾ അലിക്കുഞ്ഞ് സാഹിബിനെ വെച്ചുകൊണ്ട് ജമാഅത്തായി നമസ്കരിച്ചു. ശേഷം ദിക്റുകളിലും മൗറാദുകളിലുമായി ഇശാ ബാങ്ക് വരെ തുടർന്നു. ഇശാ ബാങ്ക് കൊടുത്തപ്പോൾ ജീവിതത്തിൽ പതിവ് തെറ്റിക്കാത്ത അദ്ദാദ് ബാഫഖി തങ്ങൾ അന്നും ചൊല്ലി. അദ്ദാദിന് ശേഷം ഇശാ നമസ്കരിച്ചുകൊണ്ട് ബാഫഖി തങ്ങൾ കാപ്പിയും കുടിച്ചുകൊണ്ട് അന്ന് രാത്രി കിടന്നുറങ്ങി. അർദ്ധരാത്രി സമയമായപ്പോൾ അലിക്കുഞ്ഞ് സാഹിബ് ഒരു കാൽപെരുമാറ്റം കേൾക്കുകയാണ്. ആ സമയത്ത് കാൽപെരുമാറ്റം കേട്ടപ്പോൾ ബാഫഖി തങ്ങളതാ ഖിബ്ലയുടെ ഭാഗത്തേക്ക് മുസല്ലിട്ടുകൊണ്ട് നമസ്കരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഉടനെ അലിക്കുഞ്ഞ് സാഹിബ് ബാത്റൂമിലേക്ക് ഓടിക്കൊണ്ട് ഉളവെടുത്തുകൊണ്ട് വന്നു. അലിക്കുഞ്ഞ് സാഹിബ് വിചാരിച്ചു ബാഫഖി തങ്ങൾ സുബഹി നമസ്കരിക്കുകയാണെന്ന് വിചാരിച്ചുകൊണ്ട് ബാഫഖി തങ്ങളുടെ തൊട്ട് പിന്നിൽ പോയി നിന്നു. ബാഫഖി തങ്ങളുടെ സുബഹിന്റെ മുമ്പുള്ള സുന്നത്താണെന്ന് വിചാരിച്ചുകൊണ്ട് സുന്നത്ത് നമസ്കാരം കഴിയട്ടെ, അതിനുശേഷം ഫർളിൽ അഥവാ സുബഹിന്റെ ജമാഅത്തിൽ കൂടാമെന്ന് വിചാരിച്ചുകൊണ്ട് തൊട്ടിപ്പിറകിൽ നിന്നു. നമസ്കാരം സലാം വീട്ടിയ ഉടനെ ബാഫഖി തങ്ങൾ അലിക്കുഞ്ഞ് സാഹിബിനോട് ചോദിച്ചു, ഏത് നമസ്കാരം നമസ്കരിക്കാനാണ് വന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അലിക്കുഞ്ഞ് സാഹിബ് മറുപടി നൽകി സുബ്ഹി എന്ന് പറഞ്ഞപ്പോൾ ബാഫഖി തങ്ങൾ പറഞ്ഞ മറുപടി ഞാനും നിങ്ങളും ആലോചിക്കണം. ബാഫഖി തങ്ങളുടെ ആളാണെന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട മറുപടിയാണ്. ബാഫഖി തങ്ങൾ പറഞ്ഞ സമയം 3 മണിയായിട്ടുള്ളൂ. ആ സമയത്ത് അലിക്കുഞ്ഞ് സാഹിബ് ഉടനെ ബാഫഖി തങ്ങളുടെ നമസ്കാരം തഹജ്ജുദാണെന്ന് മനസ്സിലായപ്പോൾ അലിക്കുഞ്ഞ് സാഹിബ് കട്ടിലിൽ വന്ന് കിടന്നു. അലിക്കുഞ്ഞ് സാഹിബ് ബാഫഖി തങ്ങളുടെ നമസ്കാരം കട്ടിലിൽ നിന്ന് നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് ബാഫഖി തങ്ങളുടെ നമസ്കാരം അലിക്കുഞ്ഞ് സാഹിബ് രേഖപ്പെടുത്തുന്നു. ബാഫഖി തങ്ങൾ കാലിന് നീര് വന്നത് കാരണം സുജൂദിൽ നിന്ന് എണീക്കാൻ കഴിയാതെ കട്ടിലിന്റെ ആ ഒരു ഭാഗം പിടിച്ചുകൊണ്ടാണ് നൃത്തത്തിലേക്ക് എണീക്കുന്നത്. ആ സമയത്ത് നമസ്കാരവും ദിക്റൊക്കെ കഴിഞ്ഞപ്പോൾ അലിക്കുഞ്ഞ് സാഹിബ് ബാഫഖി തങ്ങളോട് ചോദിച്ചു, കാലിന്റെ നീരില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ബാഫഖി തങ്ങൾ പറഞ്ഞ മറുപടിയുണ്ട്. ഞാനും നിങ്ങളും നമ്മൾ ഓരോരുത്തരും നെഞ്ചിൽ മനസ്സിൽ കൈവച്ച് ആലോചിക്കേണ്ട മറുപടി, പതിവായി ചെയ്യുന്ന ഇത്തരം നമസ്കാരങ്ങൾക്കും ദിക്റുകൾക്കും ഔറാദുകൾക്കും കാലിന് വരുന്ന നീരും പനിയുമെന്നും തടസ്സമാകരുത്. പനിയും നീരുമൊക്കെ വരികയും പോവുകയും ചെയ്യും.
നമ്മൾ ആലോചിക്കണം, നമസ്കാരത്തിന് അവർ കണ്ടതായ അവരുടെയൊക്കെ വളർച്ചയുടെ നിദാനവും അത്തരം നമസ്കാരങ്ങളായിരുന്നു. ഇന്ന് കാണുന്ന അറബിക് കോളേജിന്റെയും മദ്രസ പ്രസ്ഥാനത്തിന്റെയും ഒക്കെ ചിന്ത വന്നത് ആ ഒരു സ്കൂളിൽ പോലും വലിയവർ സ്കൂളിൽ പോയിക്കൊണ്ടൊന്നും വലിയൊരു വിദ്യാഭ്യാസം പോലും ഉണ്ടാകാത്ത ആ ഒരു മനുഷ്യന്റെ തലയിൽ നിന്നാണെന്ന് പറയുമ്പോൾ നമസ്കാരമൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ വയുഖീമൂന സ്വലാത്ത് എന്ന ആ ഒരു വിശേഷണത്തിൽ നമ്മൾ വരണമെങ്കിൽ നമസ്കാരവും നാട്ടിൽ നടക്കുന്നതായ ജമാഅത്തിൽ പങ്കെടുക്കുവാനും നമ്മൾ ഓരോരുത്തരും കണിശത പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹാസിബോ ഖബല അൻ തുഹാസബോ, വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ദിനം വരാനുണ്ട്. ആ ദിനത്തിന് മുമ്പ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ നമസ്കാരത്തിനെ കുറിച്ചൊന്ന് ആലോചിക്കണം. നമ്മുടെ നമസ്കാരത്തിനെ കുറിച്ചുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ നിലപാട് നമ്മൾ ആലോചിച്ച് നോക്കണം. തോന്നുമ്പോൾ ഒരു സമയമൊത്തു കഴിഞ്ഞാൽ നിസ്കരിക്കുകയല്ല, നമസ്കാരത്തിന്റെ കണിശത വെച്ചുകൊണ്ട് നമസ്കാരം കഴിഞ്ഞ് ബാക്കിയുള്ള വർക്ക് ചെയ്യുന്ന രൂപത്തിലേക്ക് നമ്മൾ മാറണം. എല്ലാം കഴിഞ്ഞ നമസ്കാരം എന്ന ആ ഒരു നിലപാട് നമ്മൾ തിരുത്തണം. ഇനി മറ്റൊരായത്താണ് ഈ നമസ്കാരത്തിന്റെ ഗൗരവം മനസ്സിലാക്കി തരുന്ന ഒരു ആയത്ത്. അതേ ബഖറ സൂറത്തിൽ തന്നെ 183-ാമത്തെ സൂക്തം. നിങ്ങൾ നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും അല്ലാഹുവിനോട് സഹായം തേടുക. ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും, സാമ്പത്തിക ഞെരുക്കമുണ്ടാകും, മക്കളില്ലായ്മ ഉണ്ടാകും, പെൺമക്കളെ കെട്ടിക്കാനുള്ളതായ ബുദ്ധിമുട്ടുണ്ടാകും, ബിസിനസ്സിൽ വളരെ ബുദ്ധിമുട്ട് ക്രൈസിസ് അനുഭവപ്പെടും. എല്ലാം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ വളരെ എളുപ്പമുള്ള മാർഗങ്ങളിലേക്ക് ആരുടെയെങ്കിലും അടുക്കൽ പോയി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നതിന് മുമ്പ് പരിശുദ്ധ ഖുർആനിൽ നേരെ പറഞ്ഞതായ ഒരു ആയത്ത് നമ്മുടെ ചിന്തയിൽ നമ്മൾ വരുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാത്ത്, നീ ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും അല്ലാഹുവിനോട് സഹായം തേടുക. ഒന്നാമതായി പറഞ്ഞത് ക്ഷമയാണ്. ക്ഷമിക്കണമെങ്ങനെ, ജീവിതത്തിൽ പ്രയാസം വന്നാൽ ക്ഷമിക്കണമെങ്ങനെയെന്ന് അത് മനസ്സിലാക്കാൻ അതിന്റെ രൂപം ആ സമയത്ത് നമുക്കിടെ മനസ്സിലുണ്ടാക്കേണ്ട നിലപാടിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഒരു ചരിത്ര സംഭവം നിങ്ങൾക്ക് മുമ്പിൽ ഈ ഒരു ആയത്തിന്റെ വ്യാഖ്യാനം എന്നോണം പറഞ്ഞു തരാം. മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ കാലിന് ഒരു അസുഖമായപ്പോൾ ആ കാലിന്റെ അസുഖത്തിന് ആ കാല് പഴുക്കുകയും പഴുപ്പ് ക്രമേണ ഒരുപാട് അതിക്രമിച്ചു വരികയും ചെയ്തു. അവസാനം പഴുപ്പ് കയറി വന്നുകൊണ്ട് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മുട്ടുവരെ എത്തി. അവസാനം ഡോക്ടർമാർ മുഴുവനും വിധിയെഴുതി ആ കാല് മുറിക്കണമെന്ന്. ഡോക്ടർമാർ വിധിയെഴുതി പഴുത്ത കാല് മുട്ടിന്റെ മുകളിൽ നിന്ന് മുറിക്കണമെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. അപ്പോൾ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ കാല് മുറിക്കാൻ അദ്ദേഹം സമ്മതിച്ചു. കാല് മുറിക്കാൻ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു സമ്മതിച്ചു. ആ ഒരു ഡേറ്റ് നിശ്ചയിക്കുകയും ആ ഡേറ്റിന് ഹോസ്പിറ്റലിൽ എത്തുകയും ചെയ്തപ്പോൾ ഡോക്ടർമാർ അദ്ദേഹത്തിന്റെ ബോധം കെടുത്താനുള്ളതായ ഒരു മരുന്ന് അദ്ദേഹത്തിന് നൽകി. ആ സമയത്ത് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബോധം കെടുത്താനുള്ള മരുന്ന് എനിക്ക് വേണ്ട. ബോധം പോയി കഴിഞ്ഞാൽ, ഞാൻ അബോധാവസ്ഥയിലായി കഴിഞ്ഞാൽ അള്ളാനെ ഓർക്കാനും അള്ളാന്റെ ദിക്റിലായി കഴിയാനുള്ളതായ ഒരു ബോധം എന്റെ മനസ്സുകൾക്കുണ്ടാവുകയില്ല. അതുകൊണ്ട് എന്റെ ബോധം കെടുത്തേണ്ടതില്ല. ഡോക്ടർമാർ നിർബന്ധിച്ചു. പക്ഷേ കാല് മുറിക്കാൻ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു സമ്മതിച്ചു. പക്ഷേ ബോധം കൊടുത്താൻ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു സമ്മതിച്ചില്ല.
അങ്ങനെ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കാല് മുറിക്കാൻ ഡോക്ടർക്ക് മുമ്പിൽ നീട്ടിക്കൊടുക്കുകയാണ്. ഡോക്ടർ കാല് മുറിക്കുകയാണ്, പച്ചയായ ശരീരം മുറിക്കുകയാണ്. കാലിന് ഒരു മുള്ളു തറച്ചാൽ അല്ലെങ്കിൽ ഒരു മുറിവുണ്ടായാൽ പോലും കാലുകളിൽ നമുക്ക് എത്ര പ്രയാസമുണ്ടെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വേണം. ഈ ചരിത്രം കേൾക്കുമ്പോൾ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു കാല് നീട്ടിക്കൊടുത്തു. ഒരു വികാരത്തിന്റെ ഒരു ഭാവവും മാറ്റമില്ല, മുഖത്ത് ഒരു വിഷമവും കാണുന്നില്ല, മുഖത്ത് ഒരു നിറത്തിന്റെ ഒരു വ്യത്യാസവുമില്ല. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ കാല് ഡോക്ടർ മുറിച്ചു. ഒരു പ്രശ്നവും ഒരു ശബ്ദവും അദ്ദേഹത്തിൽ നിന്നുണ്ടായില്ല. അങ്ങനെ കാല് മുറിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് കാല് മുറിച്ചുകൊണ്ടിരിക്കും. ആ ഹോസ്പിറ്റലിൽ മുറിവ് ഉണങ്ങാൻ വേണ്ടി കിടക്കുന്ന സമയത്താണ് ഒരു വാർത്ത അദ്ദേഹത്തിന്റെ ചെവികളിലെത്തിയത്. അദ്ദേഹത്തിന്റെ ഇളയ മകൻ വീടിന്റെ മുകളിൽ നിന്ന് വീണുകൊണ്ട് ആ കുട്ടി മരിച്ചു എന്ന വാർത്ത ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ചെവികളിലെത്തുകയാണ്. നമ്മൾ ആലോചിച്ചു നോക്കണം. ഓപ്പറേഷൻ കഴിഞ്ഞ വീട്ടിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന മനുഷ്യന്റെ ചെവികളിലേക്ക് എത്തുന്ന വാർത്ത ഏറ്റവും ചെറിയ മകൻ വീടിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണുകൊണ്ട് മരിച്ചു എന്ന വാർത്തയാണ്. ഞാൻ ഈ ചരിത്ര സംഭവം പറയുന്നത് തന്നെ എങ്ങനെയാണ് പ്രതിസന്ധി ഘട്ടം തരണം ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാനാണ്. സബ്ർ കൊണ്ട് സഹായം തേടേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാക്കാനാണ്. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞ സംഭവം, ആ വാക്ക് കാല് മുറിഞ്ഞുകൊണ്ട് അതിന്റെ മുറിവുണങ്ങാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് മകൻ മരിച്ചു എന്ന വാർത്ത ചെവികളിലെത്തിയപ്പോൾ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നു, അൽഹംദുലില്ലാഹ്, 7 മക്കളെ എനിക്ക് നീ തന്നു, അതിൽ നിന്ന് ഒരാളെ മാത്രം നീ തിരിച്ചെടുത്ത് ബാക്കി 6 പേരെ തന്ന നിനക്കാണ് റബ്ബേ സർവസ്തുതിയും. ബാക്കി 6 പേരെയും തിരിച്ചെടുക്കാൻ കഴിവുള്ളവനാണല്ലോ നീ. എന്നിട്ടും കാരുണ്യം കൊണ്ട് നീ എനിക്ക് 6 പേരെ എന്റെ അടുക്കൽ തന്നെ ബാക്കിയാക്കിയല്ലോ. അല്ലാഹുവേ നിനക്ക് സ്തുതി. തീർന്നില്ല. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, രണ്ടാമത് പറഞ്ഞ വാക്കോ, 7 മക്കൾ അഥവാ എനിക്ക് ഒരുപാട് അവയവങ്ങൾ ഒരു പ്രശ്നവും കൂടാതെ എനിക്ക് തന്നു. 2 കണ്ണുകൾ തന്നു, 2 ചെവികൾ തന്നു, 2 കാലുകളും 2 കൈകളും തന്നു. ആ തന്നതിൽ നിന്ന് ആ ഒരു കാല് മാത്രമാണ് റബ്ബേ നീ തിരിച്ചെടുത്തത്. ബാക്കിയുള്ള അവയവങ്ങളെല്ലാം നീ എനിക്ക് തന്നെ എന്നിൽ അതിന്റെ കഴിവുകൾ ബാക്കിയാക്കി. അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. ഇത് പറയുമ്പോഴാണ് നമുക്ക് റബ്ബ് തന്ന നിഅമത്ത് നമ്മൾ ആലോചിച്ചു നോക്കേണ്ടത്. എന്റെ കൂടെ ജോലി ചെയ്യുന്നതായ ഒരു യമാനിയായ ഒരു സുഹൃത്തുണ്ട്. ആ സുഹൃത്തിന് യമാനിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കാഴ്ചക്ക് മങ്ങൽ വന്നുകൊണ്ടിരുന്നു. പ്രായമൊക്കെ ചെറുതാണ്. പക്ഷെ ഇന്ന് കാഴ്ച മങ്ങി ഒരുപാട് ചികിത്സകളൊക്കെ ചെയ്തു നോക്കി. ജീവനം എന്ന ആ ഒരു ഹോസ്പിറ്റലടക്കം പോയി ഒരുപാട് പണങ്ങളൊക്കെ ചെലവാക്കി. പക്ഷേ കാഴ്ച ഇന്ന് മങ്ങി ക്ലാസ്സിൽ പഠിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ അദ്ദേഹത്തിന്റെ കാഴ്ചക്ക് പ്രശ്നം വന്നിരിക്കുകയാണ്. ചെറുപ്പക്കാരനാണ്. അല്ലാഹു അദ്ദേഹത്തിന്റെ കാഴ്ച നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. റബ്ബ് തന്ന അനുഗ്രഹങ്ങളുടെ വില നമുക്കറിയണമെങ്കിൽ ഇത്തരം മഹാന്മാരായ സൂഫികൾ പറഞ്ഞതായി കേൾക്കാം. റബ്ബിലേക്ക് അടുക്കാനുള്ള വഴികളിൽ ഒരുപാട് വഴി പറഞ്ഞതിൽ ഒന്നാമത് പറഞ്ഞത് നിങ്ങൾ ആതുരാലയങ്ങൾ സന്ദർശിക്കാനാണ്. മാസത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കണമെന്നാണ്. അപ്പോഴേ റബ്ബ് തന്ന നിയമത്തെ നമുക്ക് അറിയുകയുള്ളൂ എന്ന്. ജിഫിരി തങ്ങളെ എളയപ്പാന്റെ മോന്റെ ഒരു വാഴക്കാട് ഞാൻ ബിഎഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് ഒരു പ്രസംഗം കേട്ടു. ആ പ്രസംഗത്തിൽ ജിഫിരി തങ്ങളുടെ എളയപ്പാന്റെ മോനെ പറഞ്ഞതായ ഒരു കാര്യമുണ്ട്. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മുഅദ്ദിന്റെ പെങ്ങളുടെ ഭർത്താവ് രാത്രിയിൽ മക്കളോടൊക്കെ സംസാരിച്ചു. നല്ല കാഴ്ചക്കൊന്നും ഒരു പ്രശ്നമില്ല. ഒരു ഡോക്ടറെയും കണ്ണിന്റെ പേര് കാണിക്കേണ്ടി വന്നിട്ടില്ല. സംസാരിച്ച് മക്കളോടൊക്കെ സംസാരിച്ചെല്ലാം കഴിഞ്ഞ് രാത്രി കടന്നുറങ്ങാൻ പോയി. രാവിലെ ആകുമ്പോൾ ഒന്നും കാണുന്നില്ല. കാഴ്ച മുഴുവനായി നഷ്ടപ്പെട്ടു. രാവിലെ ബ്ലൈൻഡ് അഥവാ ഫുൾ ബ്ലാക്ക്, ഒന്നും കാണുന്നില്ല.
അദ്ദേഹം അവിടെ പ്രാർത്ഥിക്കുന്നത് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോഴാണ് മനസ്സിലായത്, റബ്ബ് തന്നത് ഏതു സമയത്തും തിരിച്ചെടുക്കാം. അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹുവെ, നീ തന്ന കാഴ്ചയും നീ തന്ന കേൾവിയും റബ്ബേ മരിക്കുന്നത് വരെ നീ നിലനിർത്തി തരണേ റഹ്മാനെ. അള്ളാഹുവെ, ഈ മജ്ലിസിന്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് നിലനിർത്തി തരണേ റഹ്മാനെ. എന്റെ കൂടെ ജോലി ചെയ്യുന്ന ആ സുഹൃത്തിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ സുഹൃത്താണ്, പള്ളിയിൽ നിൽക്കാനും സാധ്യമാകുന്നില്ല. അതേപോലെ തന്നെ ഇപ്പോൾ തന്നെ കിതാബൊക്കെ കുട്ടിയൊക്കെ വായിച്ചു കൊടുക്കല് ഇങ്ങനെ വെച്ചിട്ടാ. അള്ളാഹു അദ്ദേഹത്തിന്റെ കാഴ്ച ശക്തി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നമ്മെ കുടുംബത്തെയും അത്തരം അസുഖങ്ങളെ തൊട്ട് കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായ ഒരു നിലപാട്, റബ്ബേ എനിക്ക് തന്നത് എല്ലാം നീ നിലനിർത്തി, പക്ഷേ ഒരു കാല് മാത്രമേ നീ തിരിച്ചെടുത്തിട്ടുള്ളൂ എന്ന്. ക്ഷമിക്കാൻ നമുക്ക് ആ സമയത്ത് സാധിക്കണം. ക്ഷമ ആ സമയത്ത് വന്നില്ലെങ്കിൽ കുഫിരിയത്തിലേക്കടക്കം നമ്മൾ പോയി പോകും. അള്ളാഹു കുഫിരിയത്തിനെ തൊട്ട് നമ്മൾ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ രണ്ടാമതായി പരിശുദ്ധ ഖുർആനിലൂടെ അവിടെ പറഞ്ഞത് നമ്മുടെ വിഷയമായ സ്വലാത്താണ്, നമസ്കാരമാണ്. എങ്ങനെയാണ് നമസ്കാരം കൊണ്ട് സഹായം തേടേണ്ടതെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബദറിന്റെ യുദ്ധരണാങ്കളത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതാണ് എങ്ങനെയാണ് ഒരു അടിമ നമസ്കാരം കൊണ്ട് അല്ലാഹുവിലേക്ക് സഹായം തേടേണ്ടതെന്ന്. സത്യവും അസത്യവും ധർമ്മവും അധർമ്മവും തമ്മിൽ യുദ്ധം നടക്കുന്ന സാഹചര്യം വന്നപ്പോൾ 2 സൈന്യവും അപ്പുറം ഇപ്പുറവും നിന്നു. സർവായുധ സജ്ജരായ മക്കാ മുശ്രിക്കുകൾ അപ്പുറത്തും 313 ആളുകൾ ഇപ്പുറത്തും നിന്നു. മക്കാ മുശ്രിക്കുകൾ മുഹാജിരീങ്ങളായ സ്വഹാബത്തിനെ വെല്ലുവിളിച്ചു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹുവൊക്കെ രണാങ്കളത്തിലേക്ക് ചാടി പുറപ്പെട്ടു. സർവായുധ സജ്ജരായ 1000-ലധികം വരുന്ന സൈന്യത്തിനോട് മുസ്ലിം സമൂഹത്തിന്റെ ആദ്യത്തെ യുദ്ധം ഒരുപാട് ക്ഷമിക്കാൻ പറഞ്ഞതിന് ശേഷം വന്ന യുദ്ധമാണ്. പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ആ ബദരീങ്ങളുടെ നേതാവായ റസൂൽ ഇവിടെ നമുക്ക് കാണിച്ചു തരികയാണ് എങ്ങനെയാണ് റബ്ബിന്റെ കൽപ്പനയുണ്ടല്ലോ, ഈ നമസ്കാരം കൊണ്ട് അല്ലാഹുവിലേക്ക് സഹായം തേടണമെന്ന്. എങ്ങനെയാണ് റബ്ബോട് സഹായം തേടണമെന്ന് റസൂൽ ഇവിടെ കാണിച്ചു തരികയാണ്. റസൂൽ ഉടനെ യുദ്ധം ആരംഭിക്കുന്ന സമയം വന്നപ്പോൾ റസൂൽ ടെന്റിലേക്ക് പോവുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ടെന്റിലേക്ക് പോയിക്കൊണ്ട് നമസ്കാരം ആരംഭിച്ചു കഴിഞ്ഞു. യുദ്ധം കൊടുമ്പിൽ കൊള്ളുന്നതിനിടയിൽ ഒരവസരം വീണ് കിട്ടിയപ്പോൾ മരുമകനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ടെന്റിലേക്ക് വരികയാണ്. ടെന്റിലേക്ക് വന്നുകൊണ്ട് റസൂലുള്ളാഹിനെ നോക്കി. റസൂലുള്ളാഹിന്റെ അവസ്ഥ അറിയാൻ വേണ്ടി വന്നതാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ചെവിട്, അദ്ദേഹത്തിന്റെ കാതുകൾ കൂർപ്പിച്ചു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ വെച്ചുകൊണ്ട് യാ ഹയ്യു യാ ഖയ്യൂം എന്ന ദിക്ർ അധികരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു രണാങ്കളത്തിലേക്ക് പോയി. യുദ്ധം കൊടുമ്പിൽ കൊള്ളുന്നതിനിടയിൽ യുദ്ധം മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിൽ വീണ്ടും റസൂലിന്റെ അവസ്ഥ അറിയാൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ടെന്റിലേക്ക് വന്ന സമയത്ത് അപ്പോഴും റസൂൽ സുജൂദിൽ നിന്ന് തല ഉയർത്തിയിട്ടില്ല. ആ സമയത്തും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പല മഹാന്മാരും പഠിപ്പിച്ച പലരും ത്വരീഖത്തിന്റെ മശായിഖന്മാർ ഇജാസത്ത് കൊടുക്കുന്ന ദിക്ർ യാ ഹയ്യു യാ ഖയ്യൂം എന്ന ദിക്ർ സുജൂദിൽ വെച്ചുകൊണ്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് റസൂൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴും സുജൂദിൽ തന്നെയാണ്. യുദ്ധം തുടങ്ങി കഴിഞ്ഞതിന് ശേഷം സുജൂദിൽ നിന്ന് റസൂൽ തല ഉയർത്തിയിട്ടില്ല.
ആ സമയത്തും റസൂലുള്ളാഹി ചെല്ലുന്ന ദിക്ർ യാ ഹയ്യു യാ ഖയ്യൂം, എല്ലാം നിയന്ത്രിക്കുന്നവനെ, എല്ലാം നിന്നും ജീവിക്കുന്നവനെ എന്ന അർത്ഥമറിഞ്ഞ വലിയ ആഴത്തെ വലിയ അർത്ഥങ്ങളുടെ വലിയ ആശയങ്ങളുള്ള ആ ഒരു ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ, യുദ്ധം കഴിഞ്ഞുകൊണ്ട് തിരിച്ചു വരുന്ന സമയത്ത് യുദ്ധമെല്ലാം കഴിഞ്ഞു, മുസ്ലിമീങ്ങൾ വിജയിച്ചു. ബദറിൽ നിന്ന് ആ സംഘം ഓടിപ്പോയ സമയത്ത് റസൂല് വീണ്ടും ടെന്റിലേക്ക് യുദ്ധം കഴിഞ്ഞു വരുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു 14 രാവിനോദിച്ച ചന്ദ്രനെ പോലെ ആ മുഖം യതഹല്ലൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന മുഖത്തോടെ സുജൂദിൽ നിന്ന് തല ഉയർത്തിക്കൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന റസൂലിനെയാണ്. ഇവിടെയാണ് ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകും, പ്രയാസമുണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാകും, സാമ്പത്തികമായ ഞെരുക്കങ്ങളുണ്ടാകും, മക്കളില്ലായ്മയുണ്ടാകും, മക്കളെ കെട്ടിക്കാനുള്ളതായ പ്രയാസങ്ങളുണ്ടാകും, എല്ലാം ഉണ്ടാകും. പക്ഷേ നമ്മൾ ആരെങ്കിലും ഇത്രയൊക്കെ ജീവിതത്തിൽ പ്രയാസം അഭിമുഖീകരിക്കാത്ത ഒരു മനുഷ്യനും ഈ എന്റെ മുമ്പിലില്ല. പക്ഷേ നമ്മൾ ഒരിക്കലെങ്കിലും അള്ളാഹുവിനോട് ഈ പറയുന്ന രീതിയിൽ സുജൂദിലൊന്ന് കിടന്നുകൊണ്ട് റബ്ബിലേക്ക് പ്രശ്നങ്ങൾ പറഞ്ഞ ഒരൊറ്റ സുജൂദെങ്കിലും ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ചു നോക്കണം. ഈ സംഭവം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ആലോചിച്ചു നോക്കി. നമസ്കാരത്തെ കുറിച്ച് നമ്മളെന്താ മനസ്സിലാക്കിയത്? നമ്മളെന്താണ് മനസ്സിലാക്കിയത്? നമസ്കാരമാണ് ഏറ്റവും സഹായം തേടാനുള്ള ഏറ്റവും പവർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടല്ലേ എല്ലായിടത്തും ഇസ്ലാമിക പ്രബോധനമെത്തിയ ഉടനെ ആദ്യം ഒരു സംഘം സ്ഥാപിക്കുന്നത് പള്ളികളാണ്. കാരണം പള്ളികളിലൂടെയാണ്, പള്ളികളിലൂടെ ആൾ സാന്നിധ്യമാണ് ഒരു നാടിന്റെ ബറക്കത്ത്. പള്ളികളിലെ ആൾ സാന്നിധ്യമാണ് ഒരു നാടിന്റെ ബറക്കത്തും ഐശ്വര്യവും ഉണ്ടാക്കുന്നത്. അതല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? രണ്ട് സമയമാണ് ഒരു അടിമയുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഏറ്റവും ഉത്തരം നൽകുന്നത്. ഏതൊക്കെ സമയമാണ്? ഒന്ന് ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം, രണ്ട് അർദ്ധരാത്രിയിൽ എണീറ്റ് നിന്നുകൊണ്ട് ഒരു ഉളു എടുത്തുകൊണ്ട് ഉളു നന്നാക്കിയെടുത്തുകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ 2 റക്അത്ത് നമസ്കരിച്ചുകൊണ്ട് സുജൂദിലായിക്കൊണ്ടും സുജൂദിന്റെ ശേഷവും നിസ്കാരങ്ങളുടെ ശേഷവും റബ്ബിനോട് റബ്ബിന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ റബ്ബ് എങ്ങനെയാണ് തട്ടുക? ഒരു അടിമ റബ്ബിലേക്ക് ഏറ്റവും അടുക്കൽ എപ്പോഴാണെന്ന് റസൂൽ പറഞ്ഞു. അഖറബുമായ ഒരു അടിമ റബ്ബിലേക്ക് ഏറ്റവും അടുക്കുന്നത് അവൻ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. അതുകൊണ്ട് നമ്മുടെ സുജൂദുകൾ നമ്മൾ അധികരിപ്പിക്കേണ്ടതുണ്ട്. അധികരിപ്പിക്കുക ചെയ്യുന്ന സുജൂദുകൾ ഒന്ന് ദീർഘിപ്പിക്കേണ്ടതുണ്ട് ക്ഷമയോടുകൂടെ. ഈ ആയത്തിന് ഇങ്ങനെയും അർത്ഥം വെക്കാം. ക്ഷമയോടുകൂടിയുള്ള നമസ്കാരം കൊണ്ട് നിങ്ങൾ അല്ലാഹുവിലേക്ക് സഹായം തേടുക. ക്ഷമ എന്ന് പറഞ്ഞാൽ അതല്ലേ നന്മയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ദേഹത്തെ നിർബന്ധിക്കുകയും തിന്മയിലേക്ക് പോകുമ്പോൾ ദേഹത്തെ തടയുകയും ചെയ്യുക എന്നതാണ് ക്ഷമക്ക് മറ്റൊരു നിർവചനം. ഇനിയോ റസൂലുള്ളാഹി നമസ്കാരത്തിന്റെ കാര്യം നമ്മൾ ആലോചിക്കണം. അർദ്ധരാത്രിയിൽ ഇന്ന് രാത്രിയെങ്കിലും എണീറ്റ് നിന്നുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് നമ്മൾ റബ്ബിലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കണം. റസൂൽ മദീനയിലേക്ക് വന്ന ഉടനെ ആദ്യമായി റസൂൽ വന്ന് സ്വീകരിച്ചു. മദീനക്കാർ മുഴുവനും ത്വലഹൽ ബദ്റു പാടിക്കൊണ്ട് റസൂലിനെ സ്വീകരിച്ചുകൊണ്ട് ആ സമയത്ത് ആ സംഘം പറഞ്ഞു, റസൂലെ ഒന്ന് ഉപദേശിച്ചു തരണം. ഒരു ഉപദേശം, ഒരു പ്രസംഗം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കന്നിപ്രസംഗമാണ് മദീനത്ത് നടന്ന ആദ്യത്തെ പ്രസംഗത്തിൽ റസൂൽ പറഞ്ഞു 4 കാര്യങ്ങളാണ് ഉമ്മത്തിനോട് പഠിപ്പിച്ചത്. ആദ്യത്തെ പ്രസംഗത്തിൽ ഒന്ന് പറഞ്ഞത് അഫ്ശുസ്സലാമ ബൈനക്കും, വിശദീകരിക്കുന്നില്ല. നിങ്ങൾ പരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും സലാം പറയുക. അതിന്റെ മഹത്വത്തിലേക്കൊന്നും കടക്കുന്നില്ല. രണ്ടാമത് പറഞ്ഞത് ഇത്ആമുത്താം, നിങ്ങൾ ഭക്ഷണം കൊടുക്കുക. മിസ്കീന്മാർക്ക്, മുതഅല്ലിമീങ്ങൾക്ക്, സ്ഥാപനങ്ങൾക്ക് അതുപോലെയുള്ളത് നിങ്ങൾ ഇത്ആമുത്താം, നിങ്ങൾ ഭക്ഷണം കൊടുക്കലാണ്. രണ്ടാമതായി റസൂല് കന്നിപ്രസംഗത്തിൽ മദീനത്ത് വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് വെച്ച് പഠിപ്പിച്ചതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം.
അവിടെയാണ് സ്ഥാപനങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന, സ്ഥാപനങ്ങൾക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കുന്ന ശ്രമങ്ങളുടെ ഫലം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു കാര്യം മനസ്സിലാക്കണം. മിശ്കാത്തിൽ ഒരു ഹദീസുണ്ട്, ഒരു മനുഷ്യന്റെ ദറജ ഉയർത്തപ്പെടുന്നത്, ആ മനുഷ്യന്റെ ദറജ ഉയർത്തപ്പെടുന്നതിൽ ഏറ്റവും വലിയ കാര്യം ഒരു മനുഷ്യനെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുക എന്നതെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആരൊക്കെ ജീവിതത്തിൽ ഉന്നതിയിലെത്തിയിട്ടുണ്ടോ, മനസ്സ് സങ്കുചിതമായവർ ജീവിതം ആസ്വദിച്ചിട്ടില്ല, ജീവിതത്തിന്റെ ആ ഒരു രസം അവർ അനുഭവിച്ചിട്ടില്ല. ഭക്ഷണത്തിലും അതേപോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതിലും സ്ഥാപനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതിലും ആത്മാർത്ഥമായി രംഗത്തിറങ്ങിയവർക്ക് മാത്രമാണ് ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അറിയാതെ പോയവർ. അതല്ലാതെ മാറി നിന്നുകൊണ്ട് ഒരു ജീവിതത്തിൽ മാറി നിന്നുകൊണ്ട് ഞാൻ മാത്രം എന്റെ കാര്യം മാത്രം നോക്കി നടന്നെന്ന് പറഞ്ഞാൽ അത്തരക്കാരാണ് ജീവിതത്തിൽ പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്നവർ. നിങ്ങൾ ആരുടെയും സ്ഥാപനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അതിന് വേണ്ടി പരിശ്രമിച്ചവരുടെ ചരിത്രം നിങ്ങൾ പഠിച്ചു നോക്കിക്കോ. ആരെ ചരിത്രം നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാം. ഏതൊരു പാപ്പാജി മുതൽ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ മുതൽ ചീക്കിലോട്ട് കുഞ്ഞമ്മദ് മുസ്ലിയാർ മുതൽ ഏത് കേരളത്തിലുണ്ടാക്കിയ സ്ഥാപനങ്ങളുടെ എല്ലാം അതിന്റെ തലപ്പത്തിരിക്കുന്ന പണ്ഡിതന്മാരുടെയും ഉമറാക്കളുടെയും ചരിത്രം പരിശോധിച്ച് അവർക്കൊക്കെ ഏറ്റവും വലിയ അവരുടെ കുതിർത്തം അവർക്ക് സേവനം ചെയ്യുന്ന സ്ഥാപനങ്ങളാണ്. അതാണ് മദീനത്ത് വെച്ച് റസൂൽ കന്നി പ്രസംഗത്തിൽ പറഞ്ഞ രണ്ടാമത്തെ കാര്യം, ഭക്ഷിപ്പിക്കുക എന്ന്. മൂന്നാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സിലുൽ അർഹാം, കുടുംബബന്ധം ചേർക്കുക എന്ന്. നാലാമതായി പറഞ്ഞതാണ് ജനങ്ങൾ മുഴുവനും ലോകം ഉറങ്ങുന്ന സമയത്ത് റബ്ബിന് വേണ്ടി നീ നമസ്കരിക്കുക, അർദ്ധരാത്രിയിൽ എണീറ്റുകൊണ്ട് നീ നിസ്കരിക്കുക. ഈ ഒരു പറഞ്ഞ വാക്കുകൾ റസൂൽ പറഞ്ഞത് മദീനത്തെത്തിയ ജനതയോട് നാലാമതായി പഠിപ്പിച്ച കാര്യം ഈ കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഇനിയോ നമ്മൾ ആയത്തിന്റെ തുടർച്ചയായി വന്ന വാക്കുകൾ കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാത്ത് വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖശീൻ. സത്യം പറഞ്ഞ നമസ്കാരം ഒരു പ്രശ്നമുള്ള കാര്യമല്ല. പള്ളിയിൽ പോയി ഒന്നെടുത്ത് 3 മിനിറ്റ് 4 മിനിറ്റ് കൊണ്ട് നമസ്കാരം കഴിയും. പക്ഷെ നമസ്കരിക്കാത്ത ഒരു ആളില്ലേ? ഖുർആൻ തന്നെ പറയുന്നു മറുപടി, വഇന്നഹാ, ആ നമസ്കാരം എന്നത് ലകബീറത്തുൻ, വളരെ ഭാരമാണ്, ബാധ്യതയായി അനുഭവപ്പെടും ചില മനസ്സുകൾക്ക്. ആർക്കാണത്? ഇല്ലാ അലൽ ഖശീൻ, അല്ലാഹുവിനെ ഭയപ്പെടാത്തവർ. ഒരാൾക്ക് നമസ്കാരം ബാധ്യതയായി തോന്നിയോ? ഇക്കൂട്ടത്തിൽ ആർക്കെങ്കിലും ഇരിക്കുന്ന ഒരാൾക്ക് നമസ്കാരം ബാധ്യതയായി തോന്നിയോ? അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായി തോന്നിയോ? ബാധ്യത എന്ന് പറഞ്ഞാൽ താല്പര്യമില്ലാണ്ട് നമസ്കരിക്കുന്ന കാര്യത്തിൽ അഥവാ പിന്നോട്ട് പോവാ, അങ്ങനെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക. അതാണൊരു മാനദണ്ഡം, മനസ്സിലാക്കിക്കൊള്ളുക. അള്ളാഹ് നമുക്ക് ഭയമില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഖുർആനാ പറയുന്നത്, അത് ഏറ്റവും ബാധ്യതയായി ഭാരമായി അനുഭവപ്പെടും. ഇല്ലാൽ ഹാഷിയീൻ, അള്ളാഹിനെ ഭയപ്പെടാത്തവർ. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു കാര്യം, നമസ്കാരമാണ് ഒരു അടിമയുടെ ജീവിതത്തിൽ ഏറ്റവും നമ്മൾ മനസ്സിലാക്കണം. ഒരു അടിമയെ ഒരു സമൂഹത്തെ വിജയിപ്പിക്കാൻ റബ്ബ് പറഞ്ഞ ഫോർമുല പോലെ നമസ്കാരമാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഫിറഔന് ജീവിച്ചിരുന്നു. ഫിറഔൻ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിരുന്ന ചരിത്രം നീട്ടി പറയുന്നില്ല. ഫിറൗൻ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നു. ഇസ്രായേലിലെ ആൺമക്കളെ മുഴുവൻ ഫിറൗൻ കൊല്ലുകയും പെൺമക്കളെ വെറുതെ വിടുകയും വിശ്വസിച്ചവരെ മുഴുവനും ഫിറൗൻ വകവരുത്തുന്ന സാഹചര്യം വന്നപ്പോൾ ഇസ്രായേലുകൾ പൊറുതിമുട്ടിയപ്പോൾ മൂസാ നബി റബ്ബിലേക്ക് കരമുയർത്തി പ്രാർത്ഥിച്ചു. അല്ലാഹു ഇതിനൊരു പരിഹാരം വേണമെന്ന് പറഞ്ഞപ്പോൾ റബ്ബ് പറഞ്ഞ പരിഹാരം ഞാനും നിങ്ങളും ജീവിതത്തിൽ പകർത്താൻ തയ്യാറാകണം. ഫിറഔൻ അന റബ്ബുകുമുൽ അഅല, ഞാനാണ് ഏറ്റവും വലിയ റബ്ബെന്ന് പറഞ്ഞ ഫിറഔനിനെ റബ്ബ് പറഞ്ഞ ഫോർമുല, രസതന്ത്രം ഞാനും നിങ്ങളും മനസ്സിൽ കോർത്തു വെക്കണം. പരിശുദ്ധ ഖുർആനിൽ റബ്ബ് പറയുകയാണ്, വൗഹൈനാ ഇലാ മൂസാ മൂസാ നബിയിലേക്കും സഹോദരനായ ഹാറൂനിലേക്കും ഞാൻ വഹി അറിയിച്ചു. വിശദമായി പറയുന്നില്ല, സ്വലാത്തുള്ളത് കൊണ്ട്. എന്താ പറഞ്ഞത്? റബ്ബ് പറഞ്ഞു കൊടുത്ത ഫോർമുലയാണ്.
ഫിർഔനെ തളർത്താനുള്ള വഴി പറഞ്ഞു കൊടുത്തതാണ്. മിസ്രിൽ നിങ്ങൾ വീടുകൾ നിർമ്മിക്കുക. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ സമൂഹത്തിന് വേണ്ടി മിസ്രിൽ മന്ദിരങ്ങൾ ഉണ്ടാക്കുക, വീടുകൾ ഉണ്ടാക്കുക. എന്തിനാ വീടുണ്ടാക്കുന്നത്? ആ വീടുകൾ ആരാധനയ്ക്ക് വേണ്ടിയുള്ളതായ ഒരു സാഹചര്യം ആ വീടുകളിൽ ഒരുക്കണം. ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞത് നമസ്കരിക്കാനുള്ളതായ ഒരു വീടുണ്ടാക്കണം, അല്ലെങ്കിൽ അടുത്തടുത്ത് ചെറിയ ചെറിയ വീടുകൾ ഉണ്ടാക്കി എല്ലാവരും വളരെ രഹസ്യമായി അതിൽ നിന്നുകൊണ്ട് ആരാധന ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്നാണ്. ഇനി പറയാൻ പോകുന്ന വാക്കാണ് നിങ്ങൾ ആരാധനാ സാഹചര്യമുള്ള വീടുകൾ നിങ്ങൾ ഈജിപ്തിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമസ്കാരം നിലനിർത്തിക്കൊള്ളുക, നമസ്കരിച്ചുകൊണ്ടേയിരിക്കുക ആ വീടുകളിൽ നിന്ന്. അവിടെ പറഞ്ഞു കൊടുത്തത് വാക്കീമുസ്സലാത്ത്, നിങ്ങൾ നമസ്കരിച്ചുകൊണ്ടിരിക്കുക. എന്നാലോ വബശ്ശിരിൽ മുഅ്മിനീൻ, നിങ്ങളങ്ങനെ റബ്ബിനോട് നമസ്കരിച്ചുകൊണ്ടിരുന്നാൽ, അല്ലാഹ് ഇഖാമത്ത് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ നമസ്കാരം കൃത്യമായി റബ്ബിലേക്ക് സുജൂദുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നാലോ വബശ്ശിരിൽ മുഅ്മിനീൻ, എന്നാൽ മുഅ്മിനീങ്ങൾക്ക് സന്തോഷ വാർത്ത കിട്ടും. ഞാൻ നിങ്ങൾ മുഅ്മിനീങ്ങളല്ലേ? അവിടെ അവർക്ക് ഫിറൗനായിരുന്ന തടസ്സം, അവരുടെ ജീവിതത്തിന്റെ തടസ്സം, അവരുടെ സ്വജീവിതത്തിന്റെ തടസ്സവും അവർക്ക് ഫിറൗനായിരുന്നു. ആ ഫിറൗനെ മാറ്റിക്കിട്ടാൻ വേണ്ടി റബ്ബ് പറഞ്ഞു കൊടുത്ത ഫോർമുല, വീടുകൾ ഉണ്ടാക്കിക്കൊണ്ട് എനിക്കും നിങ്ങൾക്ക് വീടുകളുണ്ട്, ആ വീടുകളിൽ നിന്ന് നിങ്ങൾ നമസ്കാരം കൃത്യമായി നിർവഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് സന്തോഷ വാർത്ത ലഭിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ പറയുമ്പോൾ ആ നമസ്കാരത്തെയല്ലേ നമ്മൾ ആദ്യം മുറുകെ പിടിക്കേണ്ടത്? ഒരു കാര്യം ചെയ്യാൻ പോകുന്നു, ഒരു ബിസിനസ്സിൽ ഷെയർ കൂടാൻ പോകുന്നു, നമ്മൾ എന്താ ആലോചിക്കേണ്ടത്? അവിടെ തന്നെ ഉടനെ ഇസ്തിഖാറത്ത് നമസ്കരിച്ചുകൊണ്ട് പോയിക്കൂടെ? നല്ലതാണോ തിന്മയാണോ എന്ന് ആ നമസ്കാരത്തിന് ശേഷം നമ്മളെ മനസ്സിൽ തോന്നിപ്പിക്കും. അല്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചു, എന്നിട്ടോ റബ്ബിലേക്ക് 2 റക്അത്ത് നന്നായി ഒന്നുകൊടുത്ത് നമസ്കരിച്ചുകൊണ്ട് ഖൈർ വരാൻ വേണ്ടി തേടി പോയിക്കൂടെ? ആരെങ്കിലും അങ്ങനെ പോയിട്ടുണ്ടോ? മകൾക്കൊരു പുതിയാപ്പിള വന്നു, രണ്ട് ആലോചനകൾ വന്നു, ഏതെടുക്കണമെന്നുള്ള ഡൗട്ട് വന്നപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പടച്ചോനോടല്ലേ? ഇസ്തിഖാറത്തിന്റെ നമസ്കാരം പിന്നെന്തിനാണ്? ഒരു ജീവിതത്തിൽ ഒരു ആവശ്യമുണ്ടായി, ശക്തമായ ഒരു ആവശ്യം, 6 മക്കളുണ്ട്, കെട്ടിക്കാൻ പ്രയാസമാണ്. എന്തിനാണ് സ്വലാത്തുൽ ഹാജത്ത് വെച്ചത്? കുതുബിയത്തിലേക്ക് നമസ്കരിക്കുന്ന 12 റക്അത്ത് നമസ്കാരം സ്വലാത്തുൽ ഹാജത്താണ്. ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ഉള്ളതായ നമസ്കാരം. അപ്പോൾ അത്തരത്തിലുള്ളതായ നമസ്കാരങ്ങൾ, സുജൂദുകൾ അധികരിപ്പിച്ചുകൊണ്ട് റബ്ബിനോട് തേടാൻ നമുക്ക് സാധിക്കണം. ഇനിയോ റബ്ബ് പറയുകയാണ്, നമ്മൾ ആലോചിക്കേണ്ടത് ഗൾഫുകളും മറ്റുമെല്ലാം പ്രതിസന്ധികൾ വരുമ്പോൾ ഞാനും നിങ്ങളും അവസാനമായി നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു തരുന്ന ഒരായത്ത് റബ്ബ് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യം വന്നാൽ, ജീവിതത്തിൽ ദാരിദ്ര്യം വരാതിരിക്കാൻ, ജീവിതത്തിൽ വിഷമം വരാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് റബ്ബ് പറഞ്ഞു പഠിപ്പിക്കുകയാണ്. വലിയ പ്രയാസമാണ്. ഗൾഫിൽ നിന്നൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, മുമ്പൊക്കെ അങ്ങനെ വാർത്തകൾ കേട്ടിരുന്നെങ്കിലും ഗൾഫ് അത് അതിജയിച്ചിട്ടുണ്ടെങ്കിലും ആ രീതിയിൽ അതിജയിക്കാൻ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു ഗൾഫ് രാഷ്ട്രങ്ങളെ നിലനിർത്തുമാറാകട്ടെ. നമ്മൾ ഈ കാണുന്ന പള്ളികളും ഈ സ്ഥാപനങ്ങളും ഈ കാണുന്ന ഐശ്വര്യം മുഴുവനും 70-കൾക്ക് ശേഷം ഗൾഫിലേക്ക് വാതിൽ തുറക്കപ്പെട്ടതിന്റെ ശേഷം വന്നതാണ്. അല്ലാഹു അത് നിലനിർത്തി തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഐശ്വര്യത്തിലും ഇജ്ജത്തിലുമാക്കി തരുമാറാകട്ടെ. നമ്മുടെ സ്ഥാപനങ്ങളുടെയും പള്ളികളുടെയും ഈ ഇരിക്കുന്ന മുതഅല്ലിമീങ്ങളുടെയൊക്കെ അഖ്ജാവ് ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ വഴികൾ അല്ലാഹു നമുക്ക് ബറക്കത്ത് നൽകുമാറാകട്ടെ. അത്തരം സ്ഥാപനങ്ങളുടെയൊക്കെ പ്രവർത്തനത്തിലേക്ക് ഏറ്റവും ഹൈറാകുന്നത് ഗൾഫാണ്. പക്ഷേ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മൾ അലോസരപ്പെടുത്തുന്നതായ വാർത്തകളാണ്. അതുകൊണ്ട് തന്നെ പടച്ചവൻ പറഞ്ഞ വഴിയിലേക്ക് അതിനും പരിഹാരം പടച്ചവൻ ഖുർആനിൽ പറഞ്ഞു, വലാ തമുദ്ദന്ന ഐനൈക, നീ നിന്റെ കണ്ണിനെ നീട്ടണ്ട. ആയത്ത് മനസ്സിലാക്കണം. ആയത്തതുകൊണ്ട് ആവർത്തിച്ച് വായിക്കുക, അതിന്റെ അർത്ഥം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഖുർആൻ ഓതുമ്പോൾ ആയത്ത് നമ്മുടെ മനസ്സിൽ വന്നാൽ ആയത്തിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കണം.
മദ് എന്ന് പറഞ്ഞാൽ നീട്ടൽ എന്നല്ലേ നമ്മൾ മദ്രസയിൽ പഠിച്ചത്. വലാ തമുദ്ദന്നയിലേക്ക് നീ നിന്റെ കണ്ണിനെ നീട്ടേണ്ടതില്ല, മറ്റുള്ളവരിലേക്ക് നീ നോക്കേണ്ടതില്ല. ഏതിലേക്ക്? ഇലാമാ മത്തഅനാ ബിഹി അസ്വാജൻ മിനു, ചില ഇണകൾക്ക് ചില കുടുംബക്കാർക്ക് നൽകിയതായ ഭൗതികപരമായ വിഭവങ്ങളിലേക്ക് നീ നിന്റെ കണ്ണ് നീട്ടിക്കൊണ്ട് അവരിലേക്ക് നോക്കിക്കൊണ്ട് അവരുടെ ഒരു കാറ്, അവരുടെ ഒരു വീട്, അവരുടെ ഒരു ഷോപ്പിംഗ് മാള്, അവരുടെ ഷോപ്പിംഗ് കോംപ്ലക്സ്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു രീതിയിൽ നോക്കിക്കൊണ്ട് നീ അസൂയ പിടിക്കേണ്ടതില്ല, നീ അസൂയപ്പെടേണ്ടതില്ല. അവരുടെ ഭൗതികപരമായ വിഭവങ്ങളിലേക്ക് നോക്കി നീ അസൂയ വെക്കേണ്ടതില്ല, അല്ലെങ്കിൽ അതിലേക്ക് നോക്കിക്കൊണ്ട് നീ അസ്വസ്ഥനാവേണ്ടതില്ല. നിനക്ക് റബ്ബ് തരാത്തതിൽ നീ ബുദ്ധിമുട്ടാകേണ്ടതില്ല. ഇനി ഒന്നും കൂടി പറഞ്ഞു തരാം. വലാ തമുദ്ദന്ന ഇലൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജൻ മിൻഹു, ഒരു ഇണകൾക്ക് നൽകിയ, കുടുംബക്കാർക്ക് നൽകിയ, ചില ആളുകൾക്ക് നൽകിയ ഭൗതികപരമായ വിഭവങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് നീ നിന്റെ കണ്ണിനെ നീട്ടിക്കൊണ്ട് നീ അതിൽ അസ്വസ്ഥനാവേണ്ടതില്ല. എന്തിനാണ് ഞാൻ നൽകിയത്? അവരെ പരീക്ഷിക്കാൻ വേണ്ടി നൽകിയത്, പരീക്ഷിക്കാൻ വേണ്ടി നൽകിയ മുതലുകൾ നോക്കിക്കൊണ്ട് നീ അസ്വസ്ഥനാവേണ്ടതില്ല. റബ്ബ് രണ്ട് തരത്തിൽ മുതലുകൾ നൽകും. അത് രണ്ട് തരത്തിൽ റബ്ബ് മുതലുകൾ നൽകും. ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി, അത് റബ്ബ് തൃപ്തിപ്പെട്ട് നൽകുന്നതല്ല. മറ്റൊന്നോ റബ്ബ് തൃപ്തിപ്പെട്ട് നൽകുന്നത്. ഒന്ന് റബ്ബ് പരീക്ഷിക്കാൻ വേണ്ടി നൽകുന്നത്, മറ്റൊന്നോ റബ്ബ് തൃപ്തിപ്പെടാതെ നൽകുന്നതൊന്ന്, മറ്റൊന്ന് റബ്ബ് തൃപ്തിപ്പെട്ടുകൊണ്ട് കൊടുക്കുന്നതായോ. ആർക്കാണ് റബ്ബ് തൃപ്തിപ്പെട്ട് നൽകുന്നതെന്ന് ഈ ആയത്ത് പറഞ്ഞു തരുന്നു. റബ്ബ് പറയുകയാണ്, നീ മറ്റുള്ളവരിലേക്ക് നോക്കി അസ്വസ്ഥനാകേണ്ടതില്ല. നിന്റെ റബ്ബ് പൊരുത്തപ്പെട്ട് കൊടുക്കുന്നതായ റിസ്കാണ് ഖൈർ, അതാണ് ഏറ്റവും ഉത്തമം. വാബുക എന്നെന്നും നിലനിൽക്കുന്നതും എന്നെന്നും നിന്റെ മുതൽ ഭൗതികപരമായ ജീവിതത്തിൽ നിലനിൽക്കണമെങ്കിൽ അബുക എന്ന് പറഞ്ഞാൽ എന്നെന്നും നിലനിൽക്കുന്നത്. വല്ലാഹിറത്തു ഖൈറും വാബുക, അഥവാ ദുനിയാവ് തന്നെ നിലനിൽക്കുന്നതല്ല. പിന്നെന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? ദുനിയാവിലും ആഖിറത്തിലും നിനക്ക് ഗുണം കിട്ടുന്ന റിസ്ക് റബ്ബ് തരുന്നതെങ്കിൽ അതാണ് നിനക്ക് ഖൈറായത്. റബ്ബ് പൊരുത്തപ്പെട്ട് തരുന്ന റിസ്കാണ് റബ്ബ് പൊരുത്തപ്പെട്ട് തരുന്ന റിസ്കാണ് നിനക്ക് ഖൈറായതും വാബുക എന്നും നിലനിൽക്കുന്നതും. എല്ലാ നിയമത്തും റബ്ബ് ഇന്ന് പണക്കാരനായവൻ നാളെ ചിലപ്പോൾ പണക്കാരനായിരിക്കാം, നാളെ ചിലപ്പോൾ ദരിദ്രനായിരിക്കാം. വലിയ കോടീശ്വരൻ തന്നെ ഇന്ത്യയിൽ നിന്ന് നാടുവിട്ട ചരിത്രം അഥവാ കഥ നിങ്ങൾക്ക് മുമ്പിൽ പത്രമാധ്യമങ്ങളിലൂടെ വായിക്കുന്ന നിങ്ങൾക്ക് മുമ്പിൽ, വിജയമല്യയുടെ കഥയറിയുന്ന നിങ്ങൾക്ക് മുമ്പിൽ കൂടുതൽ പറയേണ്ടതില്ല. ഇന്നത്തെ പണക്കാരൻ പക്ഷേ നാളത്തെ കടക്കാരനാണ്. നമ്മൾ പണക്കാരന്റെ പണത്തിന്റെ അഥവാ അവരുടെ യഥാർത്ഥ കണക്കൂട്ടലുകൾ കൂട്ടുമ്പോഴാണ് അവർ കടത്തിലാണോ അല്ലയോ എന്ന് നമുക്കറിയാം. ഇനിയോ റബ്ബ് പരിഹാരം പറഞ്ഞിരിയ, റബ്ബിന്റെ തൃപ്തിപ്പെട്ടതായ റിസ്ക് കിട്ടണോ? നീ എന്താ ചെയ്യേണ്ടത്? നീ നിന്റെ കുടുംബത്തിനോട് നമസ്കരിക്കാൻ കൽപ്പിക്കുക. നീ നിസ്കരിച്ച പോരാ, നിന്റെ ഭാര്യയും നിന്റെ മക്കളെ നമസ്കരിച്ചാൽ മാത്രമേ നിന്റെ വീട്ടിൽ നിനക്ക് റബ്ബിന്റെ ഖൈറായ പൊരുത്തമായ എന്നെന്നും ദുനിയാവിൽ നിലനിൽക്കുന്നതും ആഖിറത്തിൽ കിട്ടുന്നതുമായ റിസ്ക് കിട്ടുകയുള്ളൂ. അതിനെന്താ വഴി? നീ നിന്റെ കുടുംബത്തിനോട് നമസ്കാരം കൊണ്ട് കൽപ്പിക്കുക. നീ ഒരാൾ നമസ്കരിച്ചുകൊണ്ട് കഴിഞ്ഞാൽ നിനക്ക് ആ പറയുന്നതായ റിസ്ക് കിട്ടുകയില്ല. കാരണം നിങ്ങൾ ഒരാൾ ഗൾഫിൽ പോയി പണിയെടുത്തു കഴിഞ്ഞാൽ ആ പണം എന്ന് പറയുന്നത് നിങ്ങൾ ഒറ്റക്ക് ചെലവഴിക്കാനുള്ളതല്ലോ. നിങ്ങളുടെ ഭാര്യയ്ക്ക്, നിങ്ങളുടെ മക്കൾക്ക്, അതുപോലെ നിങ്ങളുമായി ആശ്രയിക്കുന്നവർക്ക്. അപ്പോൾ നിങ്ങളെ ആശ്രയിക്കുന്നവരൊക്കെ നമസ്കരിച്ചാൽ മാത്രമേ ആ പറഞ്ഞ ഇത് കിട്ടുകയുള്ളൂ. അഹ്ലക എന്ന് പറഞ്ഞാൽ നീ നിന്റെ കുടുംബത്തിനോട് കൽപ്പിക്കണമെന്നാണ്.
കൽപ്പിച്ചാൽ മാത്രം പോലെയോ വസ്തബിർ അലൈഹാ, ആ നമസ്കാരത്തിന്റെ കാര്യത്തിലായിക്കൊണ്ട് ക്ഷമയോട് മുന്നോട്ട് പോകാൻ, എല്ലാവർക്കും കൃത്യസമയത്ത് എല്ലാ നമസ്കാരവും കൃത്യമായി ചെയ്യാൻ ഈ നിന്റെ കുടുംബത്തിനോട് പറയണം. സ്ത്രീകളോട് പറയാനുള്ളത്, പുരുഷന്മാർ ഗൾഫിൽ പോയി പ്രവാസ ജീവിതം നയിച്ച് കഷ്ടപ്പെടുമ്പോൾ നീ ഇവിടെ ആ ഒരു പണം കൊണ്ട് ആർഭാടമായി ജീവിതം നയിക്കുന്ന സമയത്ത് നീ ആലോചിക്കേണ്ട സമയത്ത് നീ ചെയ്യേണ്ടത്, നിന്റെ ഭർത്താവിനോട് നിനക്ക് കൂറുണ്ടെങ്കിൽ ആ റിസ്ഖെന്നും നിലനിൽക്കണമെങ്കിൽ, ഐശ്വര്യത്തിന്റെ വാതിലെന്നും വീട്ടിലുണ്ടാകണമെങ്കിൽ നീ ചെയ്യേണ്ടത് നിന്റെ വീട്ടിൽ നിന്നുകൊണ്ട് നമസ്കാരം അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. നിന്റെ മക്കളോട് നമസ്കരിക്കാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതുകൊണ്ടല്ലേ ഖുർആൻ ഹദീസ് പറഞ്ഞത് 7 വയസ്സായാലും 3 വർഷക്കാലത്തോളം കൽപ്പിക്കണം. 10 വർഷമായാലോ 10 വയസ്സായാലോ അടിക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് റബ്ബ് പറയുകയാണ്, വലാ നസ്അലുക റിസ്ക, ഞാൻ നിന്നോട് ഭക്ഷണം ചോദിക്കുന്നില്ല. റബ്ബിന് നമ്മുടെ ഭക്ഷണം ആവശ്യമില്ല. നഹ്നു നർസുക, ഞാനാണ് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത്. ഈ പറയുന്ന രീതിയിൽ ജീവിച്ചാൽ നിങ്ങൾക്ക് ഭക്ഷണം കിട്ടും. ഭക്ഷണം മാത്രമല്ല, വൽ ആഖിബത്തു ലിത്തഖ്വ, ആ വീട്ടിൽ നല്ല മരണമുണ്ടാവുകയും ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുമ്പോൾ ആ ആയത്തിന്റെ ഒന്നും കൂടി ഉപോത്ബലകമായ ഒരു ഹദീസും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് സ്വലാത്തിലേക്ക് പ്രവേശിക്കാം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബീ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മുർ അഹ്ലക ബിസ്സലാത്ത്, നീ നിന്റെ ഭാര്യയോടും മക്കളോടും കൃത്യമായി നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുക. ഫഇന്നല്ലാഹ യഅതീക ബിർരിസ്ഖി മിൻ ഹൈസു ലാ യഹ്തസിബ്, അങ്ങനെയാണെങ്കിൽ അല്ലാഹു നിനക്ക് ഭക്ഷണം എത്തിക്കുന്നതാണ് നീ പ്രതീക്ഷിക്കാത്തതായ രൂപത്തിൽ. നിനക്ക് നിന്റെ ജീവിതത്തിന് ആവശ്യമായത് മുഴുവനെന്നാണ് റിസ്ഖിന്റെ അർത്ഥം. ആ റിസ്ഖ് നിന്റെ ജീവിതത്തിൽ നിന്റെ കുടുംബം മൊത്തം നമസ്കരിച്ചു കഴിഞ്ഞാൽ നിനക്ക് ആ സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു തരുമെന്നാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ചുരുക്കത്തിൽ നമസ്കാരത്തിനെ കുറിച്ച് ഇനിയും ഒരുപാട് ആയത്തുകളും ഹദീസുകളും അതിന്റെ ഗൗരവമൊക്കെ പറയുന്നത് ഇനിയുമുണ്ട്. പക്ഷേ സമയമില്ലാത്തത് കൊണ്ട് നിർത്തുന്നു. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാകും. ആ സമയത്ത് നമസ്കാരം കൊണ്ട് നേരിടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.